ഹലോ, ലീഡ്സ് അക്കാദമി സ്മാർട്ട് പ്ലസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഓണം എക്സാമൊക്കെ വരുവാണല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓണപരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രധാനപ്പെട്ട മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസറുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇത് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമ്മൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ആ ചോദ്യങ്ങളും അതിന് ആൻസറുകളും നമ്മൾ പഠിക്കുന്നു. നമ്മൾ കണ്ടിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന പരീക്ഷകളിൽ നമ്മൾ കണ്ടൊരു കാര്യമെന്ന് പറയുന്നത് ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ചോദിച്ചിട്ടുള്ള ഒത്തിരി അധികം ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഓണം എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ ഓരോ കൃത്യമായിട്ട് അതിനെ ആൻസറുകൾ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. അതാണ് നമ്മൾ കൃത്യമായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമ്മൾ കണ്ടിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ക്വസ്റ്റ്യൻ്റെ പാറ്റേണുകളിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങൾക്കനുസരിച്ച് തന്നെയാണ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും തയ്യാർ ചെയ്തിട്ടുള്ളത്. ആ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് നമ്മൾ നന്നായി പഠിച്ചാൽ തന്നെ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 70% മാർക്കോളം നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, നമ്മൾ ഇതിൽ ഓരോ ചോദ്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, 2 ക്വസ്റ്റ്യൻ മലയാളത്തിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് രണ്ടും കൂടെ നമുക്ക് വെക്കാൻ വേണ്ടി സാധിക്കാത്തതുകൊണ്ട് ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. അത് മലയാളത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, തർജ്ജമ ചെയ്ത് പറയുന്നതാണ്. ഓക്കെ, നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഇതിനകത്ത് 1 വേർഡ് ക്വസ്റ്റ്യനുകളാണ്. ഓക്കെ, ഈ ചോദ്യങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദ്യങ്ങളും 1 മാർക്കാണ് ഇതിനുണ്ടാകുക. അതിനെല്ലാത്തിനും ഓപ്ഷനുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് ഈ ചോദ്യങ്ങളും അതിന് ആൻസറുകളും നോക്കാം. അത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കുകയും വേണം, അത് വളരെ നിർബന്ധമാണ്. ഓക്കെ, ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ദ കൊമേഴ്ഷ്യൽ സിറ്റി ഇൻ ഇറ്റലി that was a major center of Renaissance art showcasing significant changes in the field of painting and architecture. അതായത് നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിലെ ചോദ്യമാണിത്. അതായത് റിനൈസൻസ് കാലഘട്ടത്തിൽ കലയ്ക്കും അതുപോലെ പെയിൻറ്റിങ്ങിനും അതുപോലെ ആർക്കിടെക്ചർ മേഖല വാസ്തുശില്പ രീതിയിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ള ഇറ്റാലിയൻ സിറ്റി ഏതാണെന്ന് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് 4 ഓപ്ഷനുകളാണ് തന്നിട്ടുള്ളത്: ഫ്ലോറൻസ്, മിലാൻ, പർമ, റോം. ഇങ്ങനെ 4 ഓപ്ഷനുകൾ നമുക്ക് തന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ റിനൈസൻസ് കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പെയിൻറ്റിങ്ങിനും അതുപോലെ തന്നെ ആർക്കിടെക്ചറിനും പ്രാധാന്യം നൽകി ഇറ്റാലിയൻ സിറ്റി എന്ന് പറയുന്നത് അത് ഫ്ലോറൻസ് ആണ്. അതേതാണ്? ഫ്ലോറൻസ് ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, അതിൻ്റെ ഉത്തരം എന്താണ്? ഫ്ലോറൻസ് ആണ്. ഓക്കെ, നമ്മളിത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഒന്നാമത്തെ പാഠത്തിൻ്റെ ക്ലാസ് ടെസ്റ്റ് നമുക്ക് ട്യൂഷൻ സെൻറ്ററിൽ നടത്തിയപ്പോൾ നമ്മൾ ഇതേ ചോദ്യം നമ്മൾ നേരിട്ടിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഉത്തരം ഫ്ലോറൻസ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഫ്രം ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് ഫൈൻഡ് ഔട്ട് വൺ വിച്ച് ഈസ് ഇൻകറക്റ്റ് അബൌട്ട് ഇൻസുലേഷൻ. ഓക്കെ, അതായത് ഇൻസുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് സൂര്യനിൽ നിന്ന് ഈ സൂര്യപ്രകാശം ഭൂമിയിലെത്തുന്ന പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? ഇൻസുലേഷൻ എന്ന് പറയുന്നത്. ഈ ഇൻസുലേഷനുമായി ബന്ധപ്പെട്ട് ഏതാണ് ഇതിനകത്ത് തെറ്റായത് എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാവേ പോയിന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാവേ. ഒന്നാമത്തെ പോയിന്റ് ഇങ്ങനെയാണ്: എർത്ത് സർഫേസ് ഈസ് നോട്ട് ഹീറ്റഡ് ബൈ ഇൻസുലേഷൻ. ഇൻസുലേഷൻ കാരണം എന്ത് ചെയ്യില്ല, ഭൂമിയുടെ ഉപരിതലം ചൂടാകില്ല. ഓക്കെ, സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഇൻസുലേഷൻ വഴി ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഭൂമിയുടെ ഉപരിതലം ചൂടാകാറില്ല. കാരണം എന്താ, നമ്മൾ കണ്ടിരുന്നു എന്താണ് ഹീറ്റ് ബഡ്ജറ്റ് എന്ന് പറയുന്ന സാധനത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. എന്തായിരുന്നു ഹീറ്റ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടിരുന്നു എത്രയാണോ സൂര്യൻ്റെ എനർജി ഭൂമിയിലേക്ക് എത്തുന്നത് അത്രയും എനർജി തന്നെ റിഫ്ലക്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഭൂമിയുടെ സർഫസ് അല്ലെങ്കിൽ ഉപരിതലം ഒരിക്കലും ചൂടാകാറില്ല എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. രണ്ടാമത്തെ വെച്ചേക്ക്: എ പാർട്ട് ഓഫ് ഇൻസുലേഷൻ കമ്മിങ് ടു ദി എർത്ത് ഗെറ്റ്സ് റിഫ്ലക്റ്റഡ് ബാക്ക് ബൈ ദി അറ്റ്മോസ്ഫിയറിക് പാർട്ടിക്കിൾസ്. ഓക്കെ, അതായത് ഇൻസുലേഷൻ്റെ ഭാഗമായിട്ട് ഭൂമിയിലേക്ക് വരുന്ന സൂര്യപ്രകാശം അല്ലെങ്കിൽ സോളാർ എനർജി എന്ത് ചെയ്യുന്ന അറിയാമോ, അന്തരീക്ഷത്തിൽ ചില സാധനങ്ങളിൽ തട്ടി തിരിച്ചു പോകാറുണ്ട്. ഓക്കെ, ഇതും നമ്മൾ കണ്ടിരുന്നു, ഇതും ശരിയാണ്. മൂന്നാമത് നമ്മൾ കണ്ടിരുന്നു എർത്ത് ഇൻസുലേഷൻ ഈസ് ഇൻ ദ ഫോം ഓഫ് ഷോർട്ട് വേവ്സ്, ഇറ്റ് ഡസ് നോട്ട് ഹീറ്റ് അപ്പ് ദി അറ്റ്മോസ്ഫിയർ കൺസിഡറബിളി. ഓക്കെ, അത് നമ്മൾ കണ്ടിരുന്നു. അതായത് ഈ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് എത്തുന്ന സൂര്യൻ്റെ താപം ചെറിയ തരംഗങ്ങളിലൂടെ ഷോർട്ട് വേവുകളിലൂടെയാണ് വരുന്നതെന്ന് നമ്മൾ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ സെൻറ്റൻസ് ശരിയാണ്. അപ്പോൾ ഇതിനകത്ത് നാലാമത്തെ സെൻറ്റൻസ് ഇങ്ങനെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം 3 ശരിയാകുമ്പോൾ നാലാമത്തെയാണ് തെറ്റുന്നത് നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാവും. എന്നാലും നമ്മൾ നോക്കുവാണെങ്കിൽ എർത്ത് സർഫസ് ഗെറ്റ്സ് ഹീറ്റഡ് ബൈ ഇൻസുലേഷൻ. ഇൻസുലേഷൻ ബൈ ഭൂമിയുടെ ഉപരിതലം ചൂട് പിടിക്കും. ചൂട് പിടിക്കില്ല എന്ന് നമ്മൾ ആദ്യമേ ഉത്തരം എഴുതിയതുകൊണ്ട് നമുക്കറിയാം രണ്ടാമത്തെ ആൻസർ ഏതായിരിക്കും? ഇതായിരിക്കും. കാരണം എന്താ, ഭൂമിയുടെ ഉപരിതലം ഒരിക്കലും ഈ ഇൻസുലേഷൻ വഴി എന്ത് ചെയ്യില്ല, ചൂട് പിടിക്കില്ല. അതാണ് ശരിയെന്ന് പറയുന്നത്. മൂന്നാമത്തെ ഇങ്ങനെയാണ്: അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ഹിസ്റ്റോറിക് ഇവൻറ്റ്സ് ഇൻ ക്രൊണോളജിക്കൽ ഓർഡർ. ഓക്കെ, കാലക്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ താഴെ തന്നിരിക്കുന്ന ചരിത്ര സംഭവങ്ങൾ അടയാളപ്പെടുത്തുക. എന്തൊക്കെയാണ് ചരിത്ര സംഭവങ്ങൾ നോക്കാവേ. എ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ എഫക്റ്റ് ഇൻ ഫ്രാൻസ്. ഫ്രാൻസിൽ ഒരു പുതിയ ഭരണഘടന വരുന്നു.
രണ്ടാമത്തത് നാഷണൽ കൺവെൻഷൻ കെയിം ഇൻ എക്സിസ്റ്റൻസ്. ഓക്കെ, അതായത് ഫ്രാൻസ് ഭരിക്കാൻ വേണ്ടി നാഷണൽ കൺവെൻഷൻ എന്ന് പറയുന്ന ഒരു പുതിയ സാധനം വരുന്നു. അടുത്തെന്താണ്? ഓത്ത് ഓഫ് ടെന്നീസ് കോർട്ട്. ഓത്ത് ഓഫ് ടെന്നീസ് കോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ദെൻ അടുത്തെന്താണ്? ഡിസ്ട്രക്ഷൻ ഓഫ് മാസ്റ്റിൽ. ഓക്കെ, എന്താണ്? ബാസ്റ്റിൽ കോട്ടയുടെ തകർച്ച. ഓക്കെ, നമ്മൾ ഇതിനകത്ത് ഏറ്റവും ആദ്യം നമ്മൾ കാണുമ്പോൾ ശ്രദ്ധിക്കാൻ വേണ്ടി നമുക്ക് പറ്റും, ഇത് ഈ സംഭവങ്ങളിൽ ഏറ്റവും ആദ്യം വന്ന സാധനം നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാവുന്ന എന്താണ്? ടെന്നീസ് കോർട്ട് ഓത്താണ്. കാരണം നമ്മൾ കണ്ടിരുന്നു ഈ ടെന്നീസ് കോർട്ട് ഓത്തിന് ശേഷമാണ് ഈ ഫ്രാൻസിലെ മൂന്നാമത്തെ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും തുടങ്ങുന്നത്. സ്വാഭാവികമായിട്ടും ഏറ്റവും ആദ്യത്തെ ആൻസർ ഇതിനകത്ത് നമ്മൾ പറയുന്നത് ടെന്നീസ് കോർട്ട് ഓത്ത് തന്നെയാണ്. ഓക്കെ, രണ്ടാമത് ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഇൻസിഡന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾ നോക്കിക്കേ. രണ്ടാമത്തെ ഇൻസിഡന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കിക്കേ, അത് ഡിസ്ട്രക്ഷൻ ഓഫ് ബാസ്റ്റിലാണ്. ഓക്കെ, നമ്മൾ കണ്ടിരുന്നു ഈ ടെന്നീസ് കോർട്ട് ഓത്തിന് ശേഷം അല്ലെങ്കിൽ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയ്ക്ക് ശേഷം ഏറ്റവും ആദ്യം നടക്കുന്ന പരിപാടി എന്ന് പറയുന്നത് ബാസ്റ്റിൽ കോർട്ട് അടിച്ചു തകർക്കലാണ്. അപ്പോൾ ബാസ്റ്റിൽ തകർച്ചയാണ് രണ്ടാമത്തെ എന്ന് പറയുന്നത്. മൂന്നാമത്തെ നമ്മൾ കണ്ടിരുന്നു എന്താ? മൂന്നാമത്തെ എന്താണ്? നാഷണൽ കൺവെൻഷൻ കെയിം ഇൻ എക്സിസ്റ്റൻസ്. ഓക്കെ, അതായത് നമ്മൾ കണ്ടിരുന്നത് എന്താണ്? ഇതാണ് രണ്ടാമത്തത്. അതായത് നാഷണൽ കൺവെൻഷൻ നമ്മൾ കണ്ടിരുന്നു. ഫ്രാൻസിൽ ഈ മൂന്നാമത്തെ സ്റ്റേറ്റുകാർ നാഷണൽ അസംബ്ലി എന്ന പേരിൽ സ്ഥാനം പിടിച്ചെടുക്കുന്നു. പിന്നീട് എന്ത് ചെയ്യുന്നു? നാഷണൽ കൺവെൻഷൻ എന്നായിട്ട് ഇതിൻ്റെ പേര് മാറുന്നു. പുതിയൊരു സംഘടന വരുന്നു ഫ്രാൻസ് ഭരിക്കാൻ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ മൂന്നാമത്തെ ഇതാണ്. ഓക്കെ, നാലാമത് സ്വാഭാവികമായിട്ടും എ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ എഫക്ട് ഇൻ ഫ്രാൻസ്. ഓക്കെ, ഇത് നമുക്കൊരു കൺഫ്യൂഷൻ ചില സമയങ്ങളിൽ ഉണ്ടാക്കിക്കും. എങ്ങനെയാണെന്നറിയാമോ? ഫ്രാൻസിൽ ഫ്രഞ്ച് റെവല്യൂഷന് ശേഷം 2 ഭരണഘടനകൾ നിലവിൽ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. 1789 ഒരു ഭരണഘടനയും 1795 ഒരു ഭരണഘടനയും നിലവിൽ വന്നിട്ടുണ്ട്. ഓക്കെ, സ്വാഭാവികമായിട്ട് നമ്മൾ ഇവിടുത്തെ ആൻസറുകൾക്ക് അനുസരിച്ച് നമ്മൾ എളുപ്പം നമുക്ക് മനസ്സിലാവുന്നത് രണ്ടാമത്തെ ഭരണഘടനയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതായിരിക്കും ഉത്തരം എന്ന് പറയുന്നത്? ഈ എ ആണോ അല്ലെങ്കിൽ ബി ആണോ സി ആണോ ഡി ആണോ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇതിന് ഉത്തരം ശരിയെന്ന് പറയുന്നത് ഏതാണ്? അതിങ്ങനെയാണ്, എ തന്നെയാണ്. ആൻസർ ഏതാണ്? എ. അതായത് ഓത്ത് ഓഫ് ടെന്നീസ് കോർട്ട് ഫസ്റ്റ്, നാലാമത് ഡിസ്ട്രിക്ട് ഓഫ് ബാസ്റ്റിൽ രണ്ടാമത്, നാഷണൽ കൺവെൻഷൻ മൂന്നാമത്, ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ നാലാമത്. അപ്പോൾ എ എന്ന് പറയുന്നതാണ് ശരിയെന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളോട് ഈ ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ട ഇൻസിഡൻറ്റുകൾ ഈ പറയുന്ന പോലെ ക്രൊണോളജിക്കൽ ഓർഡർ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഇങ്ങനെയായിരിക്കും വരിക. അതുകൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്നു. നാലാമത്തെ ഇങ്ങനെയാണ്, ചൂസ് ദ കറക്റ്റ് ആൻസർ ബൈ റീഡിങ് ഗിവൻ അസർട്ടേഷൻ ആൻഡ് റിസൾട്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം സെൻറ്റൻസ് തന്നിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്, അതിന് റീസണും തന്നിട്ടുണ്ട്. ഇത് ശരിയാണോ തെറ്റാണോ എന്നാണ് നോക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ്. അതായത് ഐസോതേമുകൾ. ഓക്കെ, ഐസോതേമുകൾ നമ്മൾ കണ്ടിരുന്നു, സമതാപരേഖകൾ എന്ന് നമ്മൾ കണ്ടിരുന്നു. ഓക്കെ, അതായത് ലോകത്ത് പല തലങ്ങളിലുമുള്ള ടെമ്പറേച്ചറുകൾ നമ്മൾ വ്യത്യസ്തമായിട്ടുണ്ട്. ആ വ്യത്യസ്തമായ ടെമ്പറേച്ചറുകളുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന മാർജിനൽ അല്ലെങ്കിൽ ഇമാജിനറി സാങ്കല്പിക രേഖകളെയാണ് ഐസോതേർമുകൾ അല്ലെങ്കിൽ സമതാപ രേഖകൾ എന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. ഈ സമതാപ രേഖകളുമായി ബന്ധപ്പെട്ട ഒരു സെന്റൻസ് ആണ്. എന്താ വായിച്ചോക്കെ? സമതാപ രേഖകൾ എന്ന് പറയുന്നത് ലാൻഡ് സീലും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എന്താ പറയുക, അതിനൊരു ബെൻഡ് ഉണ്ടാവും എന്നാണ് അതിനകത്ത് പറയുന്നത്. ഓക്കെ, ഇത് എന്താണ്, ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇനോ ലാൻഡ് ആൻഡ് സീ ഗെറ്റ് ഹീറ്റഡ് ഡിഫറെൻ്റ്ലി. കരയും കടലും എന്താ ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കരയും കടലും എന്ത് ചെയ്യുന്നുണ്ട്, ചൂടാകുന്നത് വ്യത്യസ്തമായിട്ടാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത് ശരിയാണോ എന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ ഈ ടെമ്പറേച്ചറിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ ഈ കടലിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. അത് നമ്മൾ കണ്ടിരുന്നു, ഈ ഭൂമിയിൽ ഏറ്റവും പെട്ടെന്ന് ചൂടാകുന്നതും തണുക്കുന്നതുമായ സാധനം എന്ന് പറയുന്നത് അത് കരയാണെന്നും, ഏറ്റവും താമസിച്ച് ചൂടാവുന്നതും ഏറ്റവും പതുക്കെ തണുക്കുന്നതുമായ പ്രദേശം അത് കടലാണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. ഓക്കെ, സ്വാഭാവികമായിട്ടും ഇതിൻ്റെ സെൻറ്റൻസുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ലാൻഡും സീയും, അതായത് ഭൂമിയും കരയും കടലും എന്ത് ചെയ്ത് ചൂടാകുന്ന ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് ഇതിലൊരു ബെൻഡ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ അസേർട്ടേഷൻ, ബോത്ത് അസേർട്ടേഷനും റീസണും എന്താണ്, കറക്റ്റാണ്. ബി ആണ് ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോണേ. നമ്മൾ സമയം വളരെ കുറവായതുകൊണ്ടാണ് നമ്മളിങ്ങനെ പെട്ടെന്ന് പോകുന്നത്, ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അഞ്ചാമത്തേലേക്ക് പോകുമ്പോൾ ഇങ്ങനെയാണ്, ഫൈൻഡ് ഔട്ട് ദ അസംപ്ഷൻ ഓഫ് കാർഡിനൽ യൂട്ടിലിറ്റി തിയറി. ഇത് നിങ്ങളൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയതൊരു ക്വസ്റ്റ്യൻ ആണ്. അത് നമ്മൾ ഈ ജോഗ്രഫിയുടെ 4ാമത്തെ ചാപ്റ്ററിൽ
കാർഡിനൽ യൂട്ടിലിറ്റി തിയറിയെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഈ കാർഡിനൽ യൂട്ടിലിറ്റി തിയറി രണ്ട് അസംഷനുകൾ ഏതൊക്കെ, രണ്ട് അസംഷനാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഓക്കെ, അതിൽ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് കാണുന്നുണ്ട് ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഓൾ പ്രൊഡക്ട്സ് മസ്റ്റ് ബി ഓഫ് ദി സെയിം ക്വാളിറ്റി. എന്ത് ചെയ്യണം, ഈ ഉപയോഗിക്കുന്ന വസ്തു, അതായത് ഇപ്പം നമ്മൾ എന്താണോ നമ്മൾ ഉപയോഗിക്കുന്നത്, അപ്പോൾ ഓറഞ്ച് ആണെങ്കിൽ ഓറഞ്ച്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥമാണെങ്കിൽ അതെല്ലാം എന്തായിരിക്കണം, സെയിം ക്വാളിറ്റി ആയിരിക്കണം. രണ്ടാമത്തത് കൺസ്യൂമറുടെ അല്ലെങ്കിൽ ഉപഭോക്താവിൻ്റെ ഇൻകം, വരുമാനവും ടേസ്റ്റുകൾ, അഭിരുചികളും എന്ത് ചെയ്യാൻ പാടില്ല, മാറാൻ പാടില്ല. കൺസംഷൻ എന്തായിരിക്കണം, അല്ലെങ്കിൽ ഉപഭോഗം കണ്ടിന്യൂസ് ആയിട്ട് നടക്കണം. ദ യൂസ് ഓഫ് അതർ ഗുഡ്സ്, ഓക്കെ, മറ്റ് വസ്തുക്കളുടെ ഉപയോഗം ഈ സമയത്ത് കുറയണം. ഓക്കെ, ഇതാണ് ഇതിനകത്ത് തന്നിരിക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾ പഠിക്കുന്ന കാര്യം, ഈ കാർഡിനൽ യൂട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ട ഈ 4 സെന്റൻസും യഥാർത്ഥത്തിൽ ശരിയാണ്. പക്ഷേ ഇതിനകത്ത് നമ്മൾ പറയുന്നത് ഈ 4 സെന്റൻസും റെഡി ആണെങ്കിലും ഈ 4 2 കാർഡിനൽ യൂട്ടിലിറ്റി തിയറിയുടെ അസംഷനും 2 അതിൻ്റെ എന്താണെന്ന് പറയുമ്പോൾ ലിമിറ്റേഷനുമാണ്. ഓക്കെ, നമ്മൾ ആദ്യത്തെ 2 സെന്റൻസുകൾ കണ്ടോ. ഓൾ പ്രൊഡക്ട്സ് മസ്റ്റ് ബി ഓഫ് ദി സെയിം ക്വാളിറ്റി, എല്ലാ വസ്തുക്കളും സെയിം ക്വാളിറ്റിയിലായിരിക്കണം. ഉപഭോക്താവിൻ്റെ വരുമാനവും ടേസ്റ്റും എന്ത് ചെയ്യാൻ മാറാൻ പാടില്ല എന്ന് പറഞ്ഞ ഈ 2 അതായത് ബി എന്ന് പറയുന്ന ആൻസറാണ് ഇതിൻ്റെ ശരി ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, 1, 2 ഇതിൻ്റെ ശരി ഉത്തരം. ഇനി ഈ പറയുന്ന 3, 4 അതായത് കൺസംഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിരിക്കണം, മറ്റ് വസ്തുക്കൾ ഈ സമയത്ത് കുറയണം എന്ന് പറയുന്ന ഈ സാധനമില്ലേ, ഇത് രണ്ടും എന്താണെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ലിമിറ്റേഷനാണ്, അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ്, അല്ലെങ്കിൽ ലിമിറ്റേഷനാണ്. അത് അങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. ചിലപ്പോൾ നിങ്ങളോട് എന്ത് ചെയ്യുന്ന അറിയാമോ, ഇങ്ങനെ ലിമിറ്റേഷനും അസംഷനും എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ഇത് 4 ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. 2 ഇതിൻ്റെ അസംഷനും 2 ഇതിൻ്റെ ലിമിറ്റേഷനുമാണ്. അങ്ങനെ തന്നെ പഠിക്കണം. ഓക്കെ, 6ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. Among the various concepts given below, which one is associated with direct understanding individual occur about the world through personal experiences, social interaction and cultural knowledge? Okay, എന്താ ക്വസ്റ്റ്യൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, താഴെ പറയുന്നതിൽ ഏതാണ് ഒരു വ്യക്തിക്ക് അവൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങളിൽ നിന്ന്, സമൂഹത്തിൽ നടത്തുന്ന ഇടപെടലുകളുണ്ട്, അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടുള്ള വിവരങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവിനെ എന്താണ് വിളിക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ പഠിച്ചിരുന്നു. ഹിസ്റ്ററിയുടെ 3ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ കാണുന്നുണ്ട്. അതായത് ഈ ഒരു കാര്യത്തെ, അതായത് ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു വ്യക്തി അവൻ്റെ അനുഭവത്തിലൂടെ, അല്ലെങ്കിൽ അവൻ ഈ പറയുന്ന രീതിയിലുള്ള സാമൂഹികമായ ഇടപെടലുകൾ നടത്തുന്നതുകൊണ്ട് അവനുണ്ടാക്കുന്ന അറിവിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, കോമൺ സെൻസ് നോളജ് എന്ന് വിളിക്കുന്നത്. എന്തെന്ന് വിളിക്കുന്നത്, കോമൺ സെൻസ് നോളജ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതാണ് കോമൺ സെൻസ് നോളജ് ആണ് ഇതിൻ്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചോണേ, കോമൺ സെൻസ് നോളജിനെ കുറിച്ച് നിങ്ങളോട് ചോദിക്കും. കോമൺ സെൻസ് നോളജ് എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, നമ്മൾ 7ാമത്തെ ചോദ്യത്തിലേക്ക് പോകണേ. 7ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഈ 7ാമത്തെ ചോദ്യത്തിൽ പറയുന്നത്, ഈ എ എന്ന് പറയുന്ന കോളത്തിൽ വരുന്ന ഇതിൻ്റെ കൃത്യമായ ആൻസറുകൾ ഏതൊക്കെയാണെന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, അതായത് ഇതിൽ ഏതൊക്കെയാണ് കൃത്യമായ ആൻസറുകൾ എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ എയിൽ നമ്മൾ കാണുന്ന കോളത്തിൽ കാണുന്നത് റിനൈസൻസ് പെയിൻറ്റിങ്ങിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ റിനൈസൻസ് ചിത്രകലയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഓക്കെ, നമ്മൾ കണ്ടിരുന്നു ഈ റിനൈസൻസ് പെയിൻറ്റിങ്ങിന് നമ്മൾ ആ പഠിച്ച സമയത്ത് റിനൈസൻസ് പെയിൻറ്റിങ്ങിൻ്റെ ഫീച്ചറുകൾ എന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്ത് ഒരു 5-6 പോയിന്റുകൾ നമ്മൾ കണ്ടിരുന്നു. ആ പോയിന്റുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിലേതൊക്കെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ലാൻഡ്സ്കേപ്പുകളെ കുറിച്ചാണ്. ഓക്കെ, നമ്മൾ കണ്ടിരുന്നു റിനൈസൻസ് പെയിൻറ്റേഴ്സ് എന്ത് ചെയ്യുന്നു, ഭൂതലങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ഭൂമിയുടെ ഉപരിതലങ്ങളൊക്കെ വരയ്ക്കാൻ വേണ്ടി തുടങ്ങിയിരുന്നു. അതുകൊണ്ട് ഇതെന്താണ്, ശരിയാണ്. ഇവിടെ 2ാമത് പറയുന്ന എന്താണെന്ന് അറിയാമോ, ഓയിൽ പെയിന്റ് വാസ് നോട്ട് യൂസ്ഡ്. ഓക്കെ, എണ്ണ ചിത്രങ്ങൾ ഉപയോഗിച്ചിരുന്നില്ല എന്ന് പറയുന്നത് നമുക്കറിയാം, ഇത് തെറ്റാണ്. കാരണം എന്താണ്, 3ാമത്തെ സെന്റൻസിൽ കാണുന്നുണ്ട് ദ യൂസ് ഓഫ് ഓയിൽ പെയിന്റ്. ഓയിൽ പെയിന്റ് ആര് ഉപയോഗിച്ചിരുന്നു, റിനൈസൻസ് പെയിന്റേഴ്സ് ഉപയോഗിച്ചിരുന്നു. ഓക്കെ, 4ാമത് നമ്മൾ കാണുന്നത് വാട്ടർ കളർ പെയിന്റിങ്ങുകളെ കുറിച്ചാണ്. ഓക്കെ, നമ്മൾ ഈ റിനൈസൻസ് പെയിന്റിങ്ങിനെ കുറിച്ച് പഠിക്കും, നമ്മൾ ഒരിക്കലും വാട്ടർ കളറിനെ കുറിച്ച് പഠിക്കുന്നില്ല. അതുകൊണ്ട് ഇത് തെറ്റാണ്. 5ാമത് നമ്മൾ കാണുന്നത് ദ യൂസ് ഓഫ് കളർ ടു ഇല്ലുസ്ട്രേറ്റ് ലൈറ്റ് ആൻഡ് സ്പേഷ്യൽ ഡെപ്ത്. ഓക്കെ, നമ്മൾ പറഞ്ഞിരുന്നു, അതായത് ലൈറ്റിനെ, പ്രകാശത്തെയും ആഴമേറിയ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ കാണിക്കാൻ വേണ്ടി റിനൈസൻസ് ചിത്രകാരന്മാർ കളറുകൾ ഉപയോഗിച്ചിരുന്നു എന്ന് നമ്മൾ കണ്ടിരുന്നു. ഓക്കെ, സ്വാഭാവികമായിട്ട് അപ്പോൾ ഈ സെന്റൻസും എന്താണ്, ശരിയാണ്. അപ്പോൾ റിനൈസൻസ് പെയിന്റിങ്ങുമായി ബന്ധപ്പെട്ട കൃത്യമായ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിയായതെന്ന് പറയുന്നത് ലാൻഡ്സ്കേപ്പുകളെ കുറിച്ച് പഠിച്ചിരുന്നു. അതുപോലെ തന്നെ അവരെന്ത് ചെയ്യുന്നു, ഓയിൽ പെയിന്റിങ് ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ കളറുകൾ ഉപയോഗിച്ചുകൊണ്ട് ലൈറ്റിനെയും സ്പേഷ്യൽ ഡെപ്റ്റിനെയും അവരെന്ത് ചെയ്തിരുന്നു. അതാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ 8ാമത്തെയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അതിനകത്ത് നമ്മൾ ഓപ്ഷൻ തന്നിട്ടുണ്ട് അല്ലേ. ആ ഓപ്ഷനിൽ നമ്മൾ കാണുന്നത് 1, 3, 5 ശരി. ഇവിടെ നമുക്ക് നോക്കാം, ഏറ്റവും ആദ്യം കാണാം 1, 3, 5. അപ്പം എ ആണ് ഇതിനകത്ത് ശരി എന്ന് പറയുന്നത്. അത് നമ്മൾ എടുക്കുന്നു. ഓക്കെ,
അതിനുശേഷം നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണേ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, എട്ടാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത് കേട്ടോ. എട്ടാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ കാണും റിനൈസൻസ് കാലഘട്ടത്തിൽ ഒരുപാട് സാഹിത്യ കൃതികൾ ഉണ്ടായിരുന്നെന്നും അത് ഇറ്റലിയുടെ പുറത്തുള്ള രാജ്യങ്ങളിലും വലിയ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കണ്ടിരുന്നു. അതിൽ നമ്മളൊരു കാര്യം കണ്ടിരുന്നു, അതിൽ ഏതൊക്കെ സാഹിത്യകാരന്മാർ അവരുടെ ഏതൊക്കെ കൃതികൾ കൊണ്ട് ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഈ മാറ്റങ്ങൾ കൊണ്ടുവന്നതെന്ന് നമ്മൾ കണ്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു കോളമാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. ഓക്കെ, കോളം എയിൽ നമ്മൾ തോമസ് മോർ, ഇറാസ്മസ്, മൈക്കിൾ ഡി സെർവാന്റിസ്, ഓക്കെ, ഇവരുടെ 3 പേരുടെ പേരുകൾ കാണും. ഇവിടെ ഏതൊക്കെയാണ് പുസ്തകങ്ങൾ എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് നോക്കാവേ. ഏറ്റവും ആദ്യമേ നമ്മൾ കാണുന്നു തോമസ് മോറിന്റെ പുസ്തകത്തിന് വിളിക്കുന്ന പേര് ഉട്ടോപ്പിയ എന്നാണ്. ഓക്കെ, ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ശ്രദ്ധിച്ച് ഇവിടെ ഇങ്ങനെ എഴുതി വെക്കരുത് കേട്ടോ. ഒരിക്കലും നിങ്ങൾ മാച്ച് ദ ഫോളോവിംഗിൽ എഴുതി വെക്കരുത്. ഇങ്ങനെ കോളം തന്നെ എഴുതണം. തോമസ് മോർ എന്ന് എഴുതിയിട്ട് ഇവിടെ ഉട്ടോപ്പിയ എന്ന് എഴുതണം കേട്ടോ. ഇപ്പൊ ഞാൻ എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയാണ്. തോമസ് മോറുമായി ബന്ധപ്പെട്ട് എന്താണ്, എയുടെ എന്താണ്, ഈ പറഞ്ഞ പോലെ ഉട്ടോപ്പിയാണ്. ദെൻ അതുപോലെ തന്നെ അദ്ദേഹം ഏത് രാജ്യക്കാരനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഏത് രാജ്യക്കാരനായിരുന്നു, അദ്ദേഹം ഇംഗ്ലണ്ട് എന്ന് പറയുന്ന രാജ്യക്കാരനായിരുന്നു. ഇംഗ്ലണ്ടിൽ നിന്ന് വരുന്ന രാജ്യക്കാരനായിരുന്നു. അതായത് തോമസ് മോർ എന്ന് പറയുന്നത് ഉട്ടോപ്പിയ, ഇംഗ്ലണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ കാണുവേ ഉട്ടോപ്പിയ. എ എന്ന് പറയുന്നത് എവിടെയാണ്, എ ഇവിടെ കണ്ടു, മൂന്നാമത്തെ രണ്ടാമത്തെ. ഓക്കെ, ഇത് ശരിയാണ് കേട്ടോ. മൂന്നാമത്തെ രണ്ടാമത്തെ എന്ന് പറയുന്നത് ശരിയാണ്. ഇറാസ്മസിനെ കുറിച്ച് നമ്മളാണ്. ഇറാസ്മസിന്റെ പുസ്തകത്തിന് വിളിക്കുന്ന പേര് നമ്മൾ കണ്ടിരുന്നു ഇൻ പ്രൈസ് ഓഫ് ഫോളി എന്നാണ്. ഓക്കെ, ഈ ഇറാസ്മസ് എന്ന് പറയുന്ന ആള് നെതർലൻഡ്സുകാരനാണ്. ഓക്കെ, അതാണ് നെതർലൻഡ്സുകാരനാണ്. അതായത് A13. ഓക്കെ, അതാണ് ബിയുടെ ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് മിക്കൽ ഡി സെർവാന്റിസിനെ കുറിച്ചാണ്. സ്വന്തമായിട്ട് അറിയാം, മിക്കൽ ഡി സെർവാന്റിസ് ഡോൺ ക്വിസറ്റും അതുപോലെ തന്നെ സ്പെയിൻകാരനുമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ചിലപ്പോൾ ഓക്കെ അതിന് കൂടാണ്ട് ഈ 3 ആളുകളെ കൂടാണ്ട് വീണ്ടും ചില എഴുത്തുകാരെ കുറിച്ചൊക്കെ ആ കോളത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും പുസ്തകങ്ങളുടെ പേരും അത് അവർ ഏത് രാജ്യക്കാരനാണെന്ന് ഓർത്ത് വെക്കുക. അത് നിങ്ങളോട് ചോദിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എ ആണ്. ഓക്കെ, അത് നമ്മൾ കാണുന്നു. ഇനി നമ്മൾ കുറേയും കൂടെ പ്രധാനമായിട്ടുള്ള ക്വസ്റ്റ്യനുകളിലേക്ക് കിടക്കുവാണ്. അതായത് എന്തൊക്കെയാണ് സെൻറ്റൻസുകളിലായിട്ട് എഴുതേണ്ട അല്ലെങ്കിൽ 1 വേർഡുകളല്ലാണ്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യനുകളിലേക്ക് പോവാണ്. ഓക്കെ, നമ്മൾ ഓപ്ഷനുകളെല്ലാം എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ നോക്കുന്നുണ്ട്. കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഏറ്റവും ആദ്യം നോക്കുന്നത് 9ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഓക്കെ, ഇത് പ്രധാനമായിട്ട് 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് കേട്ടോ. ആ 2 മാർക്കിന് എല്ലാ ചോദ്യങ്ങളും ഉത്തരം എഴുതണം. ഓക്കെ, നമുക്ക് നോക്കാവേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, വിച്ച് ഇസ് ദ മോസ്റ്റ് ഫേമസ് വർക്ക് ഓഫ് ഡാൻഡെ. ഡാൻഡെയുടെ പ്രധാനപ്പെട്ട പുസ്തകം ഏതാണെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ കണ്ടിരുന്നു ഡാൻഡെ ഇറ്റാലിയൻ സാഹിത്യ രചനയിലെ റിനൈസൻസ് കാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തനായ എഴുത്തുകാരനാണ്. അദ്ദേഹം എഴുതിയ പുസ്തകത്തിന്റെ പേര് ദ ഡിവൈൻ കോമഡി. ഓക്കെ, നമ്മൾ കണ്ടിരുന്നു ഡിവൈൻ കോമഡി എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അങ്ങനെയാണ്. ഹൗ ഫാർ ദ തീം ഓഫ് ദിസ് വർക്ക് ഈസ് റെലവന്റ് ഇൻ കണ്ടംപററി സൊസൈറ്റി. ഓക്കെ, നിങ്ങളോട് ചോദിക്കപ്പെടുന്ന ക്വസ്റ്റ്യൻ സ്ട്രക്ചറിലുള്ള ഒരു മാറ്റമാണ്. അതായത് സാധാരണഗതിയിൽ ചോദിക്കാറെന്ന് പറയുന്നത് ഡാൻഡെയുടെ പുസ്തകം ഏതാണ്, അതിൻ്റെ എന്താ പറയുന്നത് ഇതിവൃത്തം തീം എന്താണെന്ന് ചോദിക്കാറുള്ളൂ. പക്ഷെ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കിക്കേ, എന്താ പറഞ്ഞിരിക്കുന്നത്, ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതെങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പോലെ സാഹചര്യങ്ങളുമായിട്ട് വർക്ക് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഓക്കെ, ഡാൻഡെയുടെ പ്രത്യേകത നമ്മൾ കണ്ടിരുന്നു. ഈ ഡാൻഡെയുടെ ഡിവൈൻ കോമഡി എന്ന് പറയുന്ന പുസ്തകം യഥാർത്ഥത്തിൽ സ്വർഗത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ചൊക്കെയുള്ള ഒരു രചനയാണ് പ്രധാനമായിട്ട് അദ്ദേഹം ഈ കൃതികളിലൂടെ നടക്കുന്നത്. ഓക്കെ, മാത്രമല്ല ആ രചനകളിൽ അദ്ദേഹം മനുഷ്യൻ്റെ ഇമോഷനുകളെക്കുറിച്ച് അല്ലെങ്കിൽ ദേശഭക്തികളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇല്ലാത്ത ചില പ്രധാനപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ആര് പറയുന്നത്, ഡാൻഡെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലൂടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം എന്താ പറയുന്നത് പ്രാധാന്യമുള്ള ഒരു പുസ്തകമാണ്. ഓക്കെ, അതാണ് നമ്മൾ പഠിക്കുന്നത്. ദെൻ 10ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. അതാണ് ഡാൻഡെയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. ഒന്നുകൂടി ശ്രദ്ധിച്ചോ, ഡാൻഡെയുടെ പുസ്തകത്തിന്റെ പേര് ഡിവൈൻ കോമഡി എന്നാണ് കേട്ടോ. 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. വൈ ഡു ദ വെസ്റ്റേൺ പാർട്സ് ഓഫ് തമിഴ്നാടു റിസീവ്സ് സ്കെൻഡി റെയിൻഫോൾ വൈൽ കേരള റിസീവ്സ് ഹെവി റെയിൻഫാൾ ഫ്രം സൗത്ത് വെസ്റ്റ് മൺസൂൺ. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് പറയാൻ വേണ്ടി ഇവിടെ ഞാനിങ്ങനെ ഇന്ത്യയുടെ ഏറ്റവും താഴെ ഭാഗങ്ങൾ ഇങ്ങനെ ഒന്ന് വരയ്ക്കുകയാണ്, ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, നമ്മൾ സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്നിട്ട് ദെൻ ഇതുപോലെ ഇങ്ങനെ പോകുന്ന ഒരു മൺസൂണാണ്. ഓക്കെ, സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിരുന്നു ഇന്ത്യൻ ഓഷ്യനിൽ ഉത്ഭവിക്കുന്ന ഒരു മൺസൂണാണ് ഈ തെക്ക് പടിഞ്ഞാറൻ കാലാവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ചോദ്യം ഇങ്ങനെയാണ്, കേരളത്തിൽ ഇതിന് ശക്തമായ മഴ കിട്ടുന്നുണ്ട്, പക്ഷെ തമിഴ്നാട്ടിൽ ഈ വടക്കൻ തമിഴ്നാടുകളിൽ എന്താണ് ഇതിൻ്റെ മഴ വളരെ കുറവാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നത് കേട്ടോ. ഇങ്ങനെയാണ് കാരണം. അതായത് ഈ ഇന്ത്യൻ ഓഷ്യനിൽ നിന്ന് രൂപപ്പെടുന്ന ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ അല്ലെങ്കിൽ തെക്കൻ പടിഞ്ഞാറൻ കാലാവസ്ഥ എന്ത് ചെയ്യുന്നറിയാമോ, കര തൊടുമ്പോൾ
കോറിയോളിസ് ഫോഴ്സിന്റെ ശക്തി കാരണം 2 ഡിവിഷനുകളായിട്ട് തിരിയുന്നു. ഒന്ന് ഈ പറയുന്ന പോലെ കേരളത്തിന്റെ തീരത്തൂടെ ഇങ്ങനെ കടന്നു പോയിട്ട് ഇങ്ങനെ രാജസ്ഥാനിലേക്ക് പോകും. രണ്ടാമത്തത് എന്ത് ചെയ്യുന്ന പറയുമ്പോൾ ഇങ്ങനെ പോയി ബേ ഓഫ് ബംഗാൾ ഉൾക്കടലിലൂടെ ബംഗാൾ വഴി എന്ത് ചെയ്യും, സുന്ദർബൻ ഡെൽറ്റയിലൂടെ എന്ത് ചെയ്യുന്നു, ഒന്ന് നോർത്ത് ഇന്ത്യയിലേക്കും വേറൊന്ന് ഈ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന നോർത്ത് ഈസ്റ്റിലേക്കുമാണ് പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടും പോകുന്നുണ്ട്. ഇവിടെ വരുന്ന തമിഴ്നാട്ടിൽ എന്ത് ചെയ്യുന്നില്ല എന്നറിയാമോ, സൗത്ത് വെസ്റ്റ് മൺസൂൺ കാര്യമായിട്ട് എന്ത് ചെയ്യുന്നില്ല, ഈ പറയുന്നില്ല മഴ പെയ്ക്കുന്നില്ല. അതുകൊണ്ടാണ് കേരളത്തെക്കാളും മഴ ഇവിടെ കുറവ് ഈ പറയുന്ന തമിഴ്നാട്ടിൽ ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ കാരണം കിട്ടുന്നത്. അതാണ് ഇതിന്റെ കാരണം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് 2 ഡിവിഷനായിട്ട് പോകുന്നതുകൊണ്ടാണ് ഈ തമിഴ്നാട്ടിൽ അധികം ഇത് ടച്ച് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇതിനെന്ത് ചെയ്യുന്നത്, തമിഴ്നാട്ടിൽ മഴ കുറവെന്ന് പറയുന്നത്. പക്ഷെ കേരളത്തിൽ കൂടെ കടന്നു പോകുന്നതുകൊണ്ട് കേരളത്തിൽ ശക്തമായ മഴയും ലഭിക്കും. അതാണ് കേരളത്തിൽ മഴ കൂടാനുള്ള കാരണം. അതാണ് 10ാമത്തെ ആൻസർ. 11ാമത്തേലേക്ക് നമ്മൾ വരുമ്പോൾ എന്താ 11ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചോക്കെ. ഇൻ ദ പ്രിൻസ് Machiavelli portrays an administrator who is different from the traditional medieval feudal administrators. What were the specialities of an administrator present by Machiavelli? ഓക്കെ, അതായത് ഇങ്ങനെയാണ് പറയുന്നത്. നമ്മൾ കണ്ടിരുന്നു ഈ ഇറ്റലിയിലെ റിനൈസൻസ് സാഹിത്യകാരന്മാരിൽ പ്രശസ്തനായ ഒരു രാഷ്ട്രീയ സാഹിത്യകാരനായിരുന്നു നിക്കോളോ മാക്കിയവെല്ലി എന്ന് പറയുന്ന ആള്. ഓക്കെ, നമ്മൾ കണ്ടിരുന്നു അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിലൂടെ അദ്ദേഹം പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നുണ്ടെന്ന് അറിയാമോ, പലതരത്തിൽ, അതായത് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഭരണാധികാരികളെ നിന്ന് വ്യത്യസ്തമായിട്ട് എങ്ങനെയാണ് ഭരണഘടന നടത്തേണ്ടത് എന്ന് പറഞ്ഞ വ്യക്തിയാണ് നിക്കോളോ മാക്കിയവെല്ലി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ കണ്ടിരുന്നു നിക്കോളോ മാക്കിയവെല്ലി അദ്ദേഹത്തിന്റെ പുസ്തകത്തിലൂടെ പറഞ്ഞു, യഥാർത്ഥത്തിൽ ഒരു ഭരണാധികാരി എന്ന് പറയുന്നത് ആ രാഷ്ട്രത്തിന്റെ സെക്യൂരിറ്റിയുടെ അല്ലെങ്കിൽ സുരക്ഷയുടെ തലവനാണ്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെയാ പറഞ്ഞത്, അതായത് ഒരിക്കലും ഓക്കെ, നമ്മൾ കണ്ടിരുന്നു ഈ ഫ്രാൻസിലടക്കമുള്ള രാജ്യങ്ങൾ, പിന്നീട് നമ്മൾ പഠിക്കുമ്പോൾ യൂറോപ്പിൽ അങ്ങനെ പല രാജ്യങ്ങളിലും ഈ രാജാക്കന്മാർക്ക് അന്ന് കാലഘട്ടത്തിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതായത് ഭരണത്തിലുള്ള ആള് ഒരു പ്രത്യേക സമൂഹത്തോട് മാത്രം, ഓക്കെ, നമ്മൾ ഫ്രാൻസുമായി ടച്ച് ചെയ്യുമ്പോൾ നമുക്കിത് പ്രധാനമായിട്ടും മനസ്സിലാകും. അന്നത്തെ ആദ്യത്തെ 2 എസ്റ്റേറ്റുകൾക്കാണ് എല്ലാ തരത്തിലുള്ള അവകാശം കിട്ടിയിരുന്നത്. ഓക്കെ, നിക്കോളോ മാക്കിയവെല്ലി എന്താ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ്, ഇതിൻ്റെ ആൻസർ ഇങ്ങനെയാണ്. നിക്കോളോ മാക്കിയവെല്ലി പറഞ്ഞു, ഒരു അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ഒരു റൂളർ ഒരിക്കലും ഒരു സ്പെഷ്യൽ ഗ്രൂപ്പിന് കൺസിഡറേഷൻ കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ മാറ്റി നിർത്തുക, മറ്റൊരു വിഭാഗത്തെ എന്ത് ചെയ്യുക, സ്നേഹിക്കുക, ഇത് പാടില്ല എന്ന് പറഞ്ഞ ആളാണ് ആരെന്ന് പറയുന്നത്, ഈ പറഞ്ഞ നിക്കോളോ മാക്കിയവെല്ലി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ. അതായത് എന്ത് ചെയ്യാൻ പാടില്ല, ഒരു റൂളറ് ഒരു പ്രത്യേക ഗ്രൂപ്പിനോട് എന്ത് ചെയ്യാൻ പാടില്ല, ഫേവററ്റിസം കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. അതായത് സാധാരണഗതിയിൽ മധ്യവർഗത്തെ ഈ ഫ്യൂഡൽ ഭരണാധികാരികൾ ചെയ്യുന്നത് ചില വിഭാഗങ്ങൾക്ക് പരിഗണന കൊടുക്കും, വേറെ ചില വിഭാഗങ്ങൾക്ക് പരിഗണന കൊടുക്കാറില്ല. അങ്ങനെയൊക്കെയായിരുന്നു. ഇതിനെതിരായിരുന്നു ആരെന്ന് പറയുന്നത്, ഈ പറഞ്ഞ നിക്കോളോ മാക്കിയവെല്ലി അദ്ദേഹത്തിന്റെ പുസ്തകത്തിലൂടെ പറഞ്ഞത്. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ദെൻ 12ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ 12ാമത്തെ ക്വസ്റ്റ്യൻ ജോഗ്രഫിയിലെ 4ാമത്തെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടതാണ്. വാട്ട് ഈസ് മീൻ ബൈ യൂട്ടിലിറ്റി? എന്താണ് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുന്നത്. നമ്മൾ കണ്ടിരുന്നു, ഒരു ഉപഭോക്താവ് ഒരു വസ്തു മേടിച്ച് ഉപയോഗിക്കുന്നതിലൂടെ അവന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനെ അല്ലെങ്കിൽ സംതൃപ്തിയാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചോ. ഒരു ഉപഭോക്താവ്, അതായത് ഞാൻ ഒരു സാധനം, അതായത് ഒരു ഗ്ലാസ് ജ്യൂസ് മേടിച്ച് കഴിച്ചാൽ എന്താണോ എനിക്ക് കിട്ടുന്ന സംതൃപ്തി, ആ സംതൃപ്തിനെയാണ് ഇത് വിളിക്കുന്നത് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. യൂട്ടിലിറ്റി അളക്കുന്ന എന്താ പറയുന്നത് മെഷർമെന്റിനെയാണ്, യൂണിറ്റിനാണ് എന്ത് വിളിക്കുന്നത്, യൂട്ടിൽസ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്, യൂട്ടിൽസ്. ഓക്കെ, അതുകൂടെ നിങ്ങൾ ചോദിക്കണം, പഠിക്കണം. എന്താ പറയുന്നത്, യൂട്ടിലിറ്റി അളക്കുന്ന മെഷർമെന്റിനെ വിളിക്കുന്ന പേര് യൂട്ടിൽസ് എന്നാണ്, യൂട്ടിൽസ്. ഓക്കെ, ദെൻ അതാണ് അതിൻ്റെ ആൻസർ. ദെൻ 13ാമത്തേലേക്ക് നമ്മൾ നോക്കുമ്പോൾ സദേൺ ഹെമിസ്ഫിയറിൽ ദ സദേൺ ഹെമിസ്ഫിയർ ഡസ് നോട്ട് എക്സ്പീരിയൻസ് ടൈഗ ക്ലൈമറ്റ്, റൈറ്റ് റീസൺ. ഓക്കെ, നമ്മൾ പറയുന്ന പോലെ ഈ പറയുന്ന പോലെ നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ എന്താണ് ഈ ടൈഗ ക്ലൈമാറ്റിക് റീജിയൻ എന്നാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കേണ്ടത്. നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം, ടൈഗ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറയുന്നത് ഒരിക്കലും സദേൺ ഹെമിസ്ഫിയറിൽ സ്ഥിതി ചെയ്യുന്നൊരു സ്ഥലമല്ല. 55 ഡിഗ്രി 70 ഡിഗ്രിയുടെയും ഇടയിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് ഈ ടൈഗ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ പറയുന്ന പോലെ സദേൺ ഹെമിസ്ഫിയറിൽ ലാൻഡ് മാസുകൾ എന്ത് ചെയ്യില്ല, വളരെയധികം കുറവായതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പോലെ ടൈഗ റീജിയനിൽ എന്ത് ചെയ്യാത്തത്,
സോറി സദേൺ ഹെമിസ്ഫിയറിൽ ടൈഗ റീജിയൻ ഇല്ലാത്തത്. ഒന്നുകൂടി ശ്രദ്ധിച്ചോ. അതായത് എന്താ പറഞ്ഞത്, ഈ ടൈഗ റീജിയൻ എന്തുകൊണ്ടാണ് സദേൺ ഹെമിസ്ഫിയറിൽ ഇല്ല എന്നാണ് ചോദ്യം. ഓക്കെ, അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്. എന്താ പറഞ്ഞത്, ഈ പറഞ്ഞ പോലെ ലാൻഡ് മാസുകൾ വളരെ കുറവായത് കൊണ്ടാണ്, സദേൺ ഹെമിസ്ഫിയറിൽ കുറവായത് കൊണ്ടാണ് എന്ത് ചെയ്യാത്തത്, ഈ പറഞ്ഞ പോലെ ടൈഗ റീജിയൻ സദേൺ ഹെമിസ്ഫിയറിൽ ഇല്ലാത്തത്. ഓക്കെ, അങ്ങനെ എഴുതി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, അതായത് എന്താണ്, ദ എക്സ്റ്റെന്റ് ഓഫ് ലാൻഡ് മാസസ് ജനറലി ലെസ് ഇൻ സദേൺ ഹെമിസ്ഫിയർ സോ ദാറ്റ് ദ സദേൺ ഹെമിസ്ഫിയർ ഡസ് നോട്ട് എക്സ്പീരിയൻസ് ടൈഗ ക്ലൈമറ്റ്. ഓക്കെ, അതാണ് ഇതിന്റെ ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ 3 മാർക്കിന്റെ ചോദ്യങ്ങളിലേക്ക് കിടക്കാൻ പോവുകയാണേ. 3 മാർക്കിന്റെ ചോദ്യങ്ങൾ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് ഓപ്ഷനുകളുണ്ട്. എന്നാലും നമുക്ക് നോക്കാവേ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. നമ്മളിങ്ങനെ കാണും, ചരിത്രത്തെ 3 കാലഘട്ടങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. നമ്മൾ കണ്ട ആൻഷ്യൻ പുരാതന കാലഘട്ടം, മധ്യകാലഘട്ടം, ആധുനിക കാലഘട്ടം. ഓക്കെ, ഇതിനകത്ത് ചോദ്യം ഇങ്ങനെയാണ്, ആരാണ് ഇങ്ങനെ തരംതിരിച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ ചോദിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ആരാണ് ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്തത്, ഈ ചരിത്രത്തെ ഇങ്ങനെ 3 കാലഘട്ടങ്ങളായി തരംതിരിച്ചതെന്നാണ് പറയുന്നത്. നമ്മൾ കണ്ടിരുന്നു റിനൈസൻസ് കാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തരായ 2 ചരിത്രകാരന്മാരായിട്ടുള്ള ഫ്ലാവിയോ ബിയോണ്ടോയും അതുപോലെ തന്നെ ലിയനാർഡോ ബ്രൂണിയുമാണ് എന്ത് ചെയ്യുന്നത്, ഈ ചരിത്രത്തെ എന്ത് ചെയ്തത് 3 കാലഘട്ടങ്ങളായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. അതായത് ഹിസ്റ്ററിയെ ആൻഷ്യന്റ് പീരീഡ്, മിഡീവൽ പീരീഡ്, മോഡേൺ പീരീഡ്, അല്ലെങ്കിൽ പുരാതന കാലഘട്ടം, മധ്യകാലഘട്ടം, ആധുനിക കാലഘട്ടം എന്നിങ്ങനെ 3ആയിട്ട് തരംതിരിച്ചത് ആരാന്നാ പറഞ്ഞത്, 2 പ്രശസ്തരായിട്ടുള്ള റിനൈസൻസ് കാലഘട്ടത്തിൽ ചരിത്രകാരന്മാരായ ഫ്ലാവിയോ ബിയോണ്ടോയും അതുപോലെ തന്നെ ലിയനാർഡോ ബ്രൂണിയുമാണ്. ഓക്കെ, അതുപോലെ ഇതിനകത്തൊരു ചോദ്യം കൂടി ഉണ്ട്. അനലൈസ് ചേഞ്ചസ് ദാറ്റ് ഒക്കേർഡ് ഇൻ ദ റൈറ്റിംഗ് ഓഫ് ഹിസ്റ്ററി ഡ്യൂറിംഗ് ദ റിനൈസൻസ് പീരീഡ്. അതായത് നവോത്ഥാന കാലഘട്ടത്തിൽ ഈ ചരിത്ര രചനയുടെ മാറ്റങ്ങൾ എന്താണെന്ന് കൂടെ പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ മാറ്റങ്ങൾ എന്താണെന്ന് കൂടെ നമ്മൾ നോക്കുവാണേ. അതായത് ഈ റിനൈസൻസ് പീരീഡിന് തൊട്ട് മുമ്പ് ചരിത്രങ്ങൾ എഴുതിയിരുന്നത് അത് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു സൂപ്പർ നാച്ചുറൽ പവറുമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രകൃതി ശക്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു. അതായത് ചരിത്രത്തിൽ എന്തെങ്കിലും സംഭവം നടന്നാൽ, ഒരു യുദ്ധമായിക്കോട്ടെ, ഒരു വെള്ളപ്പൊക്കമായിക്കോട്ടെ, അല്ലെങ്കിൽ രോഗമായിക്കോട്ടെ, എന്ത് വന്നാലും അതിന് പുറകിൽ ദൈവം എന്ന് പറയുന്ന ഒരു സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ടെന്നാണ് ആളുകൾ പറഞ്ഞിരുന്നത്. അതെന്തുണ്ടായാലും അതെന്തുകൊണ്ട് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് ചിന്തിക്കാറില്ലായിരുന്നു. മാത്രമല്ല ഈ പറയുന്ന അവരുടെ എഴുത്തുകളിലൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പലതും എഴുതിയിരിക്കുന്നത് ഈ പറയുന്ന പോലെ ക്രിസ്ത്യൻ സന്യാസിമാരായിരുന്നു. ഓക്കെ, ഈ സന്യാസിമാരുടെയൊക്കെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ അവർ കുറച്ചും കൂടെ എക്സാജറേഷൻ കൂടെ ആഡ് ചെയ്തിട്ട് അവരുടെ കൗതുകങ്ങൾ ആഡ് ചെയ്തുകൊണ്ടാണ് ചെയ്തിരുന്നത്. മാത്രമല്ല ഇതിനൊന്നും ചരിത്രത്തിൽ തെളിവുകളുമില്ലായിരുന്നു. അതായത് എന്തെങ്കിലും ഒരു സംഭവം നടന്നു എന്ന് ഇവർ എഴുതി കഴിഞ്ഞാൽ അതിന് കൃത്യമായ തെളിവുകളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ പറയുന്ന റിനൈസൻസ് കാലഘട്ടത്തിൽ എന്താ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നറിയാവോ, ഈ കാലഘട്ടത്തിലെ ചരിത്രകാരന്മാർ എന്ത് ചെയ്യുന്നറിയാവോ, ഈ ആർക്കിയോളജിക്കൽ എവിഡൻസിന് അല്ലെങ്കിൽ പുരാവസ്തുവുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾക്ക് ഇവരെന്ത് ചെയ്തു, പ്രാധാന്യം നൽകി. ഓക്കെ, ഉദാഹരണത്തിന് എന്ത് ചെയ്തു, ആ കാലഘട്ടത്തിലെ ഇൻസ്ക്രിപ്ഷനുകൾ, നാണയങ്ങൾ, അതുപോലെ തന്നെ കയ്യെഴുത്ത് പ്രതികൾ, മാനുസ്ക്രിപ്റ്റ്സ് ഒക്കെ എന്ത് ചെയ്തു, ഇവർ ഇതിന് പ്രാധാന്യം നൽകി. അതായത് ഒരു സയന്റിഫിക്കലി ഒരു ഹിസ്റ്റോറിക്കലി എന്താ പറയുന്നത് ഒരു ഇൻസിഡന്റ് നടന്നാൽ അത് ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് കാണിക്കുന്ന എന്ത് ചെയ്തിട്ടുണ്ട്, രേഖകൾ കൂടെ ചേർത്ത് അവർ ചരിത്ര നിർമ്മാണം നടത്തി. അതാണ് ഇതിനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം. ഓക്കെ, ഇതാണ് എയുടെ ഉത്തരം എന്ന് പറയുന്നത്. ബിയുടെ ഉത്തരത്തിലേക്ക് നോക്കുമ്പോൾ നെപ്പോളിയന്റെ എന്താ പറയുന്നത്, നെപ്പോളിയൻ മോഡേൺ ഫ്രാൻസ് അല്ലെങ്കിൽ ആധുനിക ഫ്രാൻസിന് എന്താ പറയുക തറയിട്ടു. അതായത് മോഡേൺ ഫ്രാൻസ് ഉണ്ടാക്കാൻ വേണ്ടി, ആധുനിക ഫ്രാൻസ് ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്തു, ഈ നെപ്പോളിയൻ ചക്രവർത്തി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഇത് ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സ്വാഭാവികമായിട്ട് നമുക്കറിയാം 1798 ഫ്രഞ്ച് റവല്യൂഷന് ശേഷം ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അധികാരം പിടിച്ചെടുത്ത വ്യക്തിയാണ് ഈ ഫ്രാൻസിലെ സൈന്യത്തിലെ ബ്രിഗേഡിയർ ജനറൽ ആയിരുന്ന പുതിയ ഫ്രാൻസിൻ്റെ ചക്രവർത്തി നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ കണ്ടിരുന്നു ഇതിനു മുമ്പും അതിനുശേഷവും വന്ന ഫ്രാൻസിലെ രാജാക്കന്മാരിൽ നിന്നും ഭരണാധികാരികളിൽ നിന്നും വളരെ വ്യത്യസ്തനായ രാജാവായിരുന്നു നെപ്പോളിയൻ ചക്രവർത്തി എന്ന് പറയുന്നത്. നമ്മൾ കണ്ടിരുന്നു നമ്മൾ ആ നെപ്പോളിയനെ കുറിച്ച് പറയുന്ന ചാപ്റ്റർ പേജിൽ തൊട്ടപ്പുറം നമ്മൾ നെപ്പോളിയൻ കൊണ്ടുവന്ന ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് ഒരു കോളം നമ്മൾ തന്നിട്ടുണ്ട്. കണ്ടിരുന്നോ ഒരു കോളം? ഓക്കെ, നമ്മളത് കാണാണ്ട് പഠിക്കാൻ വേണ്ടി ഞാനൊന്ന് പറഞ്ഞിരുന്നു, വെരി വെരി ഇമ്പോർട്ടൻ്റ് എഴുതി വെക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, നമ്മൾ അതിനകത്ത് കണ്ടിരുന്നു നെപ്പോളിയൻ പല രീതികളിലാണ് ഈ ഫ്രാൻസിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നത്. ഏറ്റവും ആദ്യമേ നമ്മൾ കാണുന്നത് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ലീഗൽ റിഫോമുകൾ അല്ലെങ്കിൽ നിയമങ്ങളിൽ കൊണ്ടുവന്ന മാറ്റങ്ങളാണ്. നമ്മൾ കണ്ടിരുന്നു നെപ്പോളിയനിക് കോഡ് എന്ന പേരിൽ
പഴയ നിയമങ്ങൾ മുഴുവൻ എന്ത് ചെയ്തു, ഇല്ലാതാക്കി പുതിയ ഫ്രാൻസിൽ ഒതുങ്ങുന്ന ജനങ്ങൾക്ക് നന്മയുണ്ടാകുന്ന, ജനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന നിയമങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നു. ഓക്കെ, രണ്ടാമത് നമ്മൾ അദ്ദേഹം കണ്ടിരുന്നു കോൺകോർഡറ്റ് എന്ന പേരിൽ അദ്ദേഹം മാർപ്പാപ്പയുമായിട്ട് പോപ്പുമായിട്ട് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് കത്തോലിക് ചർച്ചിന് ഫ്രാൻസിൽ വീണ്ടും പ്രവർത്തിക്കാനുള്ള അനുമതി കൊടുക്കുകയും മറ്റു മതങ്ങൾക്കും ഇതേ രീതിയിൽ ഫ്രാൻസിൽ പ്രചരിപ്പിക്കാനും വിശ്വസിപ്പിക്കാനുള്ള അവകാശങ്ങൾ നൽകുകയും ചെയ്യുന്നു. ദെൻ അദ്ദേഹം എഡ്യൂക്കേഷണൽ മേഖലയിൽ വളരെ ശക്തമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നു. നമ്മൾ കണ്ടിരുന്നു IC എന്ന പേരിൽ എന്ത് ചെയ്യുന്നു, അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഗവൺമെൻറ് സ്കൂളുകൾ തുടങ്ങുന്നു. അതുപോലെ യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രാൻസ് എന്ന പേരിൽ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം നന്നാക്കാൻ വേണ്ടി അദ്ദേഹം കോളേജുകൾ തുടങ്ങുന്നു എന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു. മാത്രമല്ല അതുപോലെ നമ്മൾ മറ്റൊരു കാര്യം കണ്ടിരുന്നു, ഫ്രാൻസിന് എക്കോണമിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ബാങ്ക് ഓഫ് ഫ്രാൻസ് എന്ന പേരിൽ എന്ത് ചെയ്യുന്നു, ഒരു പുതിയ ബാങ്കും അദ്ദേഹം കൊണ്ടുവരുന്നു. ഓക്കെ, മാത്രമല്ല അദ്ദേഹം നമ്മൾ കണ്ടിരുന്നു മിലിറ്ററികളെ അല്ലെങ്കിൽ സൈന്യത്തിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി പല ബറ്റാലിയനുകളായിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, തരം തിരിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ പലതരത്തിൽ മാറ്റങ്ങൾ ഈ ഫ്രാൻസിൽ നെപ്പോളിയൻ ചക്രവർത്തി കൊണ്ടുവരുന്നു. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഫ്രാൻസിൻ്റെ ഫോർമേഷനിൽ അല്ലെങ്കിൽ മോഡേൺ ഫ്രാൻസിൻ്റെ ഫോർമേഷനിൽ നെപ്പോളിയൻ അടിത്തറ പാകിയത് നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ് നെപ്പോളിയൻ്റെ റിഫോമുകളെ കുറിച്ച്. ഓക്കെ, ഇതാണ് B എന്ന് പറയുന്നതിന് ആൻസർ. ഇത് നമ്മൾ 15ാമത്തെ ക്വസ്റ്റിലേക്ക് പോവുകയാണ്. 15ാമത്തെ ക്വസ്റ്റിന് ഈ പ്രാവശ്യം ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. കാരണം നമ്മളെ പ്രസന്റ് ലോകം നേരിടുന്ന ഒരു പ്രശ്നം കൂടി ആയതുകൊണ്ടാണ് ഈ ചോദിക്കാൻ സാധ്യത. ഓക്കെ, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: എലൂസിഡേറ്റ് ഹൗ ദ കോൺസിക്വൻസ് ഓഫ് ക്ലൈമറ്റ് അഫക്ട് നേപ്പാൾ ആൻഡ് മാൽദീവ്സ്. What are the consequences of climate change that happens in Kerala like this? What all remedies can be suggested for this? Okay, അതായത് നമ്മൾ പറയുന്ന പോലെ ഈ അതായത് കാലാവസ്ഥ വ്യതിയാനം കാരണം ഈ മാൽദീവ്സിന് മാലി ദ്വീപുകൾക്കും അതുപോലെ തന്നെ നേപ്പാളിലും എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരുന്നത്, ഇത് കേരളത്തിലും വരാൻ സാധ്യതകളുണ്ടോ, വന്നാൽ എങ്ങനെയാണ് ബാധിക്കുന്നത്, ഇതിനുള്ള സജഷനുകൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, പ്രധാനമായിട്ടും നമ്മൾ ഇതിനകത്ത് കാണാൻ വേണ്ടി പോകുന്നത് നമുക്കറിയാം. സ്വാഭാവികമായിട്ടും ആദ്യം നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് നേപ്പാളിൻ്റെയും മാലദ്വീപിൻ്റെയും പ്രത്യേകതകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. നേപ്പാൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു പർവ്വത രാജ്യമാണ്. അതായത് ഒരു പർവ്വതം, അതായത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായ എവറസ്റ്റ് അടക്കമുള്ള ഒരുപാട് പർവ്വതങ്ങൾ നിലകൊള്ളുന്ന ഒരു ചെറിയ രാജ്യമാണ് നേപ്പാൾ എന്ന് പറയുന്നത്. മാലദ്വീപിൻ്റെ പ്രത്യേകത നമുക്കറിയാം. അതായത് സീ ലെവലിൽ നിന്ന് വെറും 1.5 മീറ്റർ മാത്രം ഹൈറ്റിൽ നിലനിൽക്കുന്ന ഒരു ദ്വീപ് സമൂഹമാണ് മാൽദ്വീപുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെയൊക്കെ പ്രത്യേകത, ഇതെങ്ങനെയാണ് ക്ലൈമാറ്റിക് ചേഞ്ച് എങ്ങനെ ഇതിനെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്വാഭാവികമായിട്ടും ഇവിടെ ക്ലൈമാറ്റിക് ചേഞ്ചുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് സ്നോ മെൽറ്റിങ്ങിനെ കുറിച്ചാണ്. അതായത് നമ്മൾ കണ്ടിരുന്നു 0.42 സെൻറ്റിമീറ്റർ, അതായത് 0.42 സെൻറ്റിമീറ്റർ ആണ് സാധാരണഗതിയിൽ എന്ത് ചെയ്യുന്ന അറിയാമോ, സീ ലെവല് ഓരോ വർഷവും ഇപ്പോൾ ക്ലൈമാറ്റിക് ആയിട്ടുള്ള വ്യത്യാസങ്ങൾ ചേഞ്ചുകൾ കൊണ്ട് എന്ത് ചെയ്യുന്നത് കൂടുന്നത്. അതായത് സീ ലെവല് പതുക്കെ പതുക്കെ ഉയർന്നു വരുവാണ് സ്വാഭാവികമായിട്ടും. മാത്രമല്ല ഹൈ ടെമ്പറേച്ചർ ഉണ്ടാകുന്നതുകൊണ്ട്, അതായത് ഉയർന്ന താപം ഭൂമിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നറിയാമോ, ഈ പറയുന്ന പോലെ ഐസ് പാളികളും ഗ്ലേസിയറുകളൊക്കെ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന പോലെ ചൂട് കാരണം എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പോലെ വെള്ളമായി മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സീ ലെവൽ വളരെ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. ഇങ്ങനെ ഉണ്ടായാലുണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, വെറും 1.5 മീറ്റർ മാത്രം ഉയരമുള്ള ഈ മാൽദ്വീപിൽ ഈ പറയുന്ന രീതിയിൽ ഒരു 2.5 മീറ്ററോളം കടൽ ഉയരം പൊന്തിക്കഴിഞ്ഞാൽ, സീ ലെവൽ പൊന്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ രാജ്യം എന്ത് ചെയ്യും, കടലിനുള്ളിലായി പോകും, അല്ലെങ്കിൽ കടലിൽ താന്നു പോകും, ആ രാജ്യം ഇല്ലാണ്ടായി മാറും. നേപ്പാളിൻ്റെ പ്രത്യേകത ഇതുപോലെ തന്നെയാണ്. ഈ പറയുന്ന മഞ്ഞുമലകളായിട്ടുള്ള ഈ പറയുന്ന എവറസ്റ്റൊക്കെ ഉരുകിക്കഴിഞ്ഞാൽ ഈ രാജ്യവും ഇല്ലാതായി മാറും. ഓക്കെ, സ്വാഭാവികമായിട്ടും പല പ്രശ്നങ്ങളുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ക്ലൈമറ്റിക് റീജിയൻ എന്ന് പറയുന്നത് ഈ ദ്വീപുകളെയും ഈ രാജ്യങ്ങളെയൊക്കെ വളരെ വലിയ ശക്തമായി എന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്. ഇത് ആരെയും ബാധിക്കുന്നുണ്ട്, കേരളത്തെയും ബാധിക്കുന്നുണ്ട്. എങ്ങനെ കേരളത്തെ ബാധിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കേരളത്തിലും നമുക്ക് കടൽ തീരങ്ങളുണ്ട്. കടൽ തീരങ്ങൾ ഈ പറയുന്ന സീ ലെവൽ കൂടിയിട്ടുണ്ടെങ്കിൽ, അതായത് നമുക്കറിയാം കേരളത്തിലെ ഒരു വർഷം മുഴുവൻ എന്താണ്, കടലാണ്. ആ പ്രദേശങ്ങൾ മുഴുവൻ എന്ത് ചെയ്യും, വെള്ളത്തിനടിയിലേക്ക് പോകും. സ്വാഭാവികമായിട്ടും അതെന്ത് ചെയ്യുന്നു, അതും എന്ത് ചെയ്യും, നമ്മുടെ കേരളത്തെയും ബാധിക്കുന്നു. അപ്പോൾ ക്ലൈമറ്റിക്
ചേഞ്ച് കേരളം ഉൾപ്പെടുന്ന കടലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഭൂമിയിലെ എല്ലാ പ്രദേശങ്ങളെയും തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണെന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഇനി എന്തൊക്കെ സജഷൻ നമുക്ക് ഇതിനെതിരെ വെക്കാൻ വേണ്ടി പറ്റും? പല സജഷൻ വെക്കാൻ വേണ്ടി പറ്റും. കാർബൺ എമിഷൻ കുറയ്ക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഹ്യൂമൻ ഇൻ്റർവെൻഷനിൽ ഈ പറയുന്ന പോലെ ക്ലൈമറ്റ് ചേഞ്ചിൽ കുറയ്ക്കാൻ വേണ്ടി സാധിക്കണം. ഡീഫോറസ്റ്റേഷൻ കുറച്ചിട്ട് അഫോറസ്റ്റേഷൻ ആക്കണം, അതായത് വനനശീകരണം കുറയ്ക്കണം, വനം നട്ടുപിടിക്കാൻ വേണ്ടി തുടങ്ങണം. അതുപോലെ തന്നെ ഈ രീതിയിൽ അൺസയൻറ്റിഫിക് ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള കൺസ്ട്രക്ഷൻ കുറയ്ക്കണം. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ തീർക്കാം. ഇതാണ് ഇവിടെ പറയുന്നത്. അതായത് ക്ലൈമറ്റ് ചേഞ്ച് നേപ്പാളിനെ മാലദ്വീപിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് വെച്ചാൽ ഈ രാജ്യങ്ങൾ തന്നെ ഇല്ലാണ്ടായി മാറും. അതുപോലെ തന്നെ കേരളത്തിൽ ഇതുപോലെ സംഭവിക്കും. തീരപ്രദേശങ്ങൾ എന്ത് ചെയ്യുന്നു? കടലിനടിയിൽ പോകും. അതാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് പോകണേ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുന്നത്? ഓൺ ദ ബേസ് ഓഫ് ഗിവൺ ഹിൻസ് കമ്പയർ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ് ആൻഡ് ട്രോപ്പിക്കൽ ഐലൻഡ്സ്. ഓക്കെ, അതിനകത്ത് നമ്മൾ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുന്നത്? ഈ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡുകളെ കുറിച്ചും അതുപോലെ തന്നെ സാവന്ന ഗ്രാസ് ലാൻഡ് ക്ലൈമറ്റിക് റീജിയനെ കമ്പയർ ചെയ്യാന്നാണ് പറയുന്നത്. ഓക്കെ, എങ്ങനെയാണെന്ന് നോക്കാവേ. നമ്മൾ ഏറ്റവും ആദ്യമേ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡുകളെ കുറിച്ചാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അതിന് എന്തൊക്കെയാണ് നമുക്ക് കമ്പയർ ചെയ്യേണ്ടത്? ലാറ്റിറ്റ്യൂഡ്, അതറിയപ്പെടുന്ന പേരുകൾ, ക്ലൈമറ്റ്. ഓക്കെ, നമുക്ക് നോക്കാവേ. ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡിൻ്റെ പ്രത്യേകത നമ്മൾ കണ്ടിട്ടുണ്ട്. ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡിൻ്റെ ടെമ്പറേച്ചർ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് 40 ഡിഗ്രിയുടെയും അതുപോലെ തന്നെ 50 ഡിഗ്രിയുടെയും ഇടയിലാണ്. ഓക്കെ, ഇതാ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡുകൾ എന്ന് പറയുന്നത്. ഓക്കെ, മാത്രമല്ല ഇതിൻ്റെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, നമ്മൾ കണ്ടിരുന്ന പോലെ എന്തൊക്കെയാണ്? സ്റ്റീപ്പീസ് എന്ന്, വെൽഡ് എന്ന്, ഡൗൺസ്, അതുപോലെ പാമ്പാസ് ഒക്കെ എന്ന് പറഞ്ഞ പല പേരുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡുകൾ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അതിനകത്ത് ഒരു മാപ്പ് കണ്ടിരിക്കും. ആ മാപ്പിൽ നിങ്ങൾ ഇതുപോലത്തെ പേരുകൾ അടയാളപ്പെടുത്തുന്നത് കാണാം. ഓക്കെ, ഇനി ഇതിൻ്റെ ക്ലൈമറ്റിൻ്റെ പ്രത്യേകത നോക്കിക്കേ. ഈ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡുകളിലെ പ്രത്യേകത എന്നാൽ ഷോർട്ട് സമ്മറുകളായിരിക്കും. വേനൽക്കാലം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. എന്നാൽ എന്താണ് ഈ പറയുന്നത്? വിൻ്റർ എന്ന് പറയുന്നത് തണുപ്പ്, ശൈത്യകാലം എന്ന് പറയുന്നത് വളരെ കൂടുതലുമാണ്. ഓക്കെ, ഇനി നമ്മൾ സാവന്ന ഗ്രാസ് ലാൻഡുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആലോചിച്ചൊക്കെ. ആ സാവന്ന ഗ്രാസ് ലാൻഡുകൾ എന്ന് പറയുന്നത് 10 ഡിഗ്രിയുടെയും 30 ഡിഗ്രിയുടെയും ഇടയിലുള്ള പ്രദേശമാണ് ഇതെന്ന് പറയുന്നത്. ഇതും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്സ് എന്ന്, സാവന്ന എന്ന്, കാമ്പോസ് എന്ന്, ലാനൂസ് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഈ പേരുകൾ അറിയപ്പെടുന്നുണ്ട്. ഇനി ഇതിൻ്റെ ക്ലൈമറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചൂടേറിയ സമ്മർ സീസണുകളും അതുപോലെ തന്നെ വളരെ കൂളായ ഡ്രൈ ആയിട്ടുള്ള വിൻ്റർ സീസണുമാണ് ഉള്ളത്. ഓക്കെ, ഏകദേശം 25 മുതൽ 125 വരെ റെയിൻഫാളൊക്കെ ഈ സാവന്ന ഗ്രാസ് ലാൻഡുകൾ കിട്ടും. ഓക്കെ, ഇത് പഠിക്കുന്നതിനൊപ്പം നിങ്ങൾ ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കണം. എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നിങ്ങൾ ഇതുപോലെ എല്ലാ ക്ലൈമറ്റിക് റീജിയൻ്റെയും ലാറ്റിറ്റ്യൂഡ്, ക്ലൈമറ്റ്, അതിൻ്റെ വെജിറ്റേഷനൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. അത് നിങ്ങളോട് ചോദിക്കും കേട്ടോ. ഓക്കെ, അതാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി 16ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ഫ്രഞ്ച് റവല്യൂഷനിലെ സ്ത്രീകളുടെ സാന്നിധ്യത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമ്മൾ കണ്ടു ലോക ചരിത്രത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിപ്ലവമാണ് ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്നത്. ഈ റവല്യൂഷൻ്റെ പ്രത്യേകത നമ്മൾ കാണുന്നു. ഈ ഫ്രഞ്ച് റവല്യൂഷൻ നോക്കുമ്പോൾ സ്ത്രീകളുടെ പങ്ക് ഇതിനകത്ത് വളരെയധികം കൂടുതലാണ്. ഓക്കെ, നമ്മൾ കണ്ടിരുന്നു ഈ ബാസ്റ്റിൽ പ്രസിഡന്റ് തകർച്ചയ്ക്ക് ശേഷം ഈ സ്ത്രീകൾ വലിയ ഒരു മാർച്ചായിട്ട് എന്ത് ചെയ്യുന്ന അറിയാമോ? നമ്മൾ കണ്ടിരുന്നു ഫ്രാൻസിലെ രാജാവായിരുന്ന ലൂയിസ് 16 അദ്ദേഹത്തിൻ്റെ ഭാര്യയും താമസിക്കുന്ന വേഴ്സായിൽ കൊട്ടാരത്തിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് രാജാവിനെയും രാജ്ഞിയെയും പാരീസിൻ്റെ തെരുവീതികളിലേക്ക് അവരെത്തിക്കുന്നു. ചൂലും തോക്കും കുന്തവും ഒക്കെ വാളുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവർ രാജാവിനെയും റാണിയെയും പാരീസിൻ്റെ തെരുവീതികളിൽ എത്തിച്ച് നാഷണൽ അസംബ്ലി പാസ്സാക്കുന്ന എല്ലാ നിയമങ്ങളും അംഗീകരിക്കുമെന്ന് ഉറപ്പ് മേടിച്ചെടുക്കുന്നു എന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഓക്കെ, ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് 2 ആളുകളുടെ പേരുകൾ കൂടിയാണ്. ഓക്കെ, നമ്മൾ കണ്ടിരുന്നു ഈ ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ട സ്ത്രീകളുടെ പങ്കാളിത്തത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ പ്രധാനമായിട്ട് പറയേണ്ട 2 വ്യക്തികളുണ്ട്. അതിൽ ഒന്നാമത്തെ ആളുടെ പേര് ഒളിമ്പിയ ഡി ഗോച്ചെ എന്നാണ്. ഓക്കെ, നമ്മൾ കണ്ടിരുന്നു ഒളിമ്പിയ ഡി ഗോച്ചയെ കുറിച്ച് നമ്മൾ കണ്ടിരുന്നു. ഒളിമ്പിയ ഡി ഗോച്ചെ അവരുടെ പ്രധാനപ്പെട്ട പുസ്തകമായിട്ടുള്ള നമ്മൾ കണ്ടിരുന്നു ഒളിമ്പിയ ഡി ഗോച്ചയുടെ പ്രധാനപ്പെട്ട പുസ്തകത്തെ വിളിക്കുന്ന പേര് എന്തായിരുന്നു? ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് വുമൺ ആൻഡ് ഓഫ് ദി ഫീമെയിൽ സിറ്റിസൺ എന്ന് പറയുന്നതിലൂടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്ക് കിട്ടുന്ന അത്രയും എന്ത് ചെയ്യണം? അവകാശങ്ങൾ കിട്ടണമെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, രണ്ടാമത് നമ്മൾ വേറൊരാളെ കുറിച്ച് അവിടെ നമ്മൾ കണ്ടിരുന്നു. അവരുടെ പേര് മാഡം ജിയാനെ റോളൻഡ് എന്നാണ്. ഓക്കെ, സ്ത്രീകൾക്കും തുല്യത വേണമെന്ന ആവശ്യത്തിൽ ഊന്നിക്കൊണ്ട് ഈ ഫ്രഞ്ച് വിപ്ലവത്തിൽ പങ്കെടുത്ത ആളുകളാണ് ഇവരെന്ന് പറയുന്നത്. അതിലൂടെ അവർ 2 അവകാശങ്ങൾ നേടിയെടുത്തു എന്ന് നമ്മൾ കണ്ടിരുന്നു. ഏതൊക്കെയാണ് 2 അവകാശങ്ങൾ എന്ന് പറയുന്നത്? നമ്മൾ കണ്ടിരുന്നു
അവർക്ക് സ്വത്തവകാശത്തിന് അല്ലെങ്കിൽ റൈറ്റ് ടു പ്രോപ്പർട്ടിക്കും റൈറ്റ് ടു ഡിവേഴ്സ് അല്ലെങ്കിൽ വിവാഹമോചനം നടത്താനുള്ള അവകാശം അവർ നേടിയെടുത്തു. ഇതാണ് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഫ്രഞ്ച് റവല്യൂഷൻ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, രണ്ടാമത് നമ്മൾ ഇതിനകത്ത് പറയുന്നത് എക്സ്പ്ലെയിൻ ഹൗ തോട്ട് ഓഫ് റൂസോ ഗേവ് ഇൻസ്പിറേഷൻ ടു ഫ്രഞ്ച് റവല്യൂഷൻ. ഓക്കെ, ഫ്രഞ്ച് വിപ്ലവത്തിൽ റൂസോയുടെ പങ്കിനെ കുറിച്ചാണ് നമ്മൾ പാടുന്നത്. ഓക്കെ, അതിനകത്ത് നമ്മൾ കണ്ടിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ച 3 പ്രധാനപ്പെട്ട എഴുത്തുകാരാണ്. 3, 4, 5 പേരൊക്കെ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 പേരെ കുറിച്ചാണ് പറയുന്നത്. വോൾട്ടയർ, റൂസോ, മൊണ്ടസ്ക്യൂ. അതിൽ റൂസോയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് നമ്മൾ പഠിക്കണം. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കമൻറ്റുകളൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. അതൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഈ റൂസോ നൽകിയ സംഭാവനകളെ കുറിച്ച് പഠിക്കാം. അതുകൂടെ അതിനകത്ത് നിങ്ങൾ ഓർത്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾ പഠിക്കുന്ന 14ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഈ ചിത്രം എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ള റെയിൻഫാൾ ആണ്, അതുപോലെ അതിൻ്റെ ഫീച്ചറുകൾ എന്താണെന്ന് ഇതിനകത്ത് ചോദിക്കുന്നത്. ഓക്കെ, എന്താണ് ഇതിൻ്റെ പ്രത്യേകതകൾ എന്നാണ് നമ്മൾ നോക്കുന്നത്. സ്വാഭാവികമായിട്ട് ആ ചിത്രത്തിൽ നമ്മൾ കാണുന്ന പോലെ നമുക്ക് അതിനെ ചിത്രം നമുക്കറിയാം. എന്താണ് ആ ചിത്രം എന്ന് പറയുന്നത്? ഓറോഗ്രാഫിക് റെയിൻഫാളിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ കണ്ടിരുന്നു, എന്താ പറയുന്നത്, കടലിൽ നിന്ന് ഈ മോയ്സ്ചറുമായിട്ട് അല്ലെങ്കിൽ വെള്ളവുമായി വിട്ട് വരുന്ന കാറ്റ് എന്ത് ചെയ്യുന്ന അറിയുമോ, ഈ സ്ലോപ്പുകൾ പർവ്വതത്തിൻ്റെ ഈ സ്ലോപ്പ് ചെരിവുകളിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, പോകുന്ന വഴിക്ക് കണ്ടൻസ്ഡ് ആവുകയും മഴമേഘങ്ങളായി മാറുകയും മഴ പെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ഉണ്ടാകുന്ന മഴയാണ് ഓറോഗ്രാഫിക് റെയിൻഫാൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഈ പറയുന്ന വെള്ളമില്ലാത്ത കാറ്റായിരിക്കും ഇതിനിപ്പുറത്തേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളെ റെയിൻ ഷാഡോ റീജിയൻസ് എന്നാണ് വിളിക്കുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഒപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് റെയിൻഫാൾ അല്ലെങ്കിൽ ഏതൊക്കെയാണ് റെയിൻഫാളുകൾ, പ്രധാനമായിട്ട് 3 റെയിൻഫാളുകളെ കുറിച്ചൊക്കെ നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അത് നിങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ, 18ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഈ മോഡൽ ചോദ്യങ്ങൾ ഇനി നമുക്ക് ഒരുപാട് പ്രതീക്ഷിക്കാം. ഓക്കെ, എന്താ നോക്കാവേ. എന്താ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. വെൻ രാജു ക്ലിക്ക്ഡ് ഇൻ എ ഫേക്ക് ലിങ്ക് ദാറ്റ് കെയിം ഇൻ ടു ഹിസ് മൊബൈൽ ഫോൺ, he lost the entire amount from his bank account. What all solutions would you suggest Raju in order to get his money back? Okay, അതായത് രാജു എന്ന് പറയുന്ന ആള് ഒരു മൊബൈൽ ഫോണിൽ ഒരു ഫേക്ക് ലിങ്ക് വരുന്നു. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാങ്കിലെ പൈസ മുഴുവൻ നഷ്ടപ്പെട്ടു. എന്തൊക്കെയാണ് ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതെന്നാണ്. 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും. ഇത് സ്വാഭാവികമായിട്ട് ഒരു ഓൺലൈൻ ഫ്രോഡാണ്. ഓക്കെ, ഓൺലൈൻ ഫ്രോഡുകളിൽ നമ്മൾക്കറിയാം പ്രധാനമായിട്ടും നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ഏറ്റവും ആദ്യമേ സൈബർ ക്രൈമിൽ എന്ത് ചെയ്യുക, ഈ പറയുന്ന പോലെ എന്ത് ചെയ്യുക, പരാതി കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് ബാങ്കിൽ പരാതി കൊടുക്കാം. ബാങ്ക് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ബാങ്കിൻ്റെ ഓംബുഡ്സ്മാന് പരാതി കൊടുക്കാം. ഓക്കെ, മാത്രമല്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയുമോ, CRT പോർട്ടലുകളിൽ എന്ത് ചെയ്യാം, നമുക്ക് പരാതി കൊടുക്കാം. ഓക്കെ, നിങ്ങൾ ഈ ചാപ്റ്റർ 4 ജോഗ്രഫിയുടെ ചാപ്റ്റർ 4 ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക്, ഇപ്പോൾ ഉദാഹരണത്തിന് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളെ കുറിച്ച്, അതുപോലെ തന്നെ ഭക്ഷണം നൽകുന്ന ഹോട്ടലുകളെക്കുറിച്ച്, ഓൺലൈൻ കാര്യങ്ങളെക്കുറിച്ച്, ബാങ്കുകളെക്കുറിച്ചൊക്കെ പരാതി കൊടുക്കേണ്ട എന്തൊക്കെ രീതികളാണ് പരാതി കൊടുക്കേണ്ടതെന്ന് അതിനെ തന്നിട്ടുണ്ട്. അതൊരു 3-4 പോയിന്റുകൾ വീതം മാത്രമേ ഉള്ളൂ. അതൊന്ന് ഓർത്തു കഴിഞ്ഞാൽ അത് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. രാകേഷ് ഇസ് ഡ്രൈവിംഗ് ഇസ് vehicle very carefully on a busy road. A car coming from the opposite side which is carelessly driven by the driver is Ragesh's vehicle. It is found that this accident happened not because of the carelessness of Ragesh, but the rush and overcrowding of vehicles on the road are responsible for this. Name the method which analyzes individual problems by connecting it with the social problems. Who presented this concept for the first time? What are its peculiarities? ഓക്കെ, നമ്മൾ ഇതിനകത്ത് പ്രധാനമായിട്ടും പറയുന്ന കാര്യം ഇങ്ങനെയാണ്. അതായത് എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ രാജേഷ് എന്ന് പറയുന്ന ആൾ ഒരു കാർ ഓടിച്ചുകൊണ്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാറിലേക്ക് വേറൊരാൾ വന്ന് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന പോലെ ഇടിക്കുന്നു. പക്ഷേ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രശ്നമല്ല, മറിച്ച് എന്താണ് പറയുന്നത്, അത് എന്താ പറയുന്നത്, റോഡിലെ തിരക്കുകൾ കൊണ്ട്, അതുപോലെ തന്നെ ആളുകളുടെ വാഹനങ്ങളുടെ എണ്ണം കൊണ്ട്, ഇതുകൊണ്ടൊക്കെയാണ് ഇത് പ്രശ്നം ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ പറയുന്നത് ഇത് ഏത് വിഭാഗം ശാസ്ത്രവുമായി ബന്ധപ്പെട്ട പഠനമാണ് എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ഇത് പ്രധാനമായിട്ട് ഇത് പറയുന്നത് എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത് നമുക്കറിയാം. ഇത് സോഷ്യോളജിക്കൽ ഇമാജിനേഷനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ കണ്ടിരുന്നു റൈറ്റ് മിൽസ് എന്ന് പറയുന്ന ആളാണ് പ്രധാനമായിട്ടും ഇത് ഏറ്റവും ആദ്യമേ കൊണ്ടുവന്നതെന്നാണ് പറയുന്നത്. ഇതിൻ്റെ പെക്യുലാരിറ്റീസ് നമ്മൾ കണ്ടിരുന്നു. ഓക്കെ, 3-4-5 കൺസെപ്റ്റുകൾ നമ്മൾ പഠിച്ചിരുന്നു. ഓക്കെ, എന്താ പറയുന്നത്, ഇറ്റ് ബ്രോഡൻസ് ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ്, അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ഇഷ്യൂസ്, അതുപോലെ എനേബിൾ സെൽഫ് റിഫ്ലക്ഷൻ എന്നൊക്കെ പറഞ്ഞ ഒരു 3-4 പോയിന്റുകൾ നമ്മൾ സോഷ്യൽ ഇമാജിനേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരുന്നു. അതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അതുകൂടെ നിങ്ങൾ പഠിക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ 20ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. 20ാമത്തെ ക്വസ്റ്റ്യൻ ഒരു കോളം തന്നിട്ടുണ്ട്. ആ കോളത്തിൽ ക്വാണ്ടിറ്റി, ഫോറഞ്ച്, ടോട്ടൽ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി ഇങ്ങനെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്.
നമ്മൾ ക്വാണ്ടിറ്റി ഓഫ് ഓറഞ്ച്, ഓരോ ഓറഞ്ച് കൺസ്യൂം ചെയ്യുന്നതിനെ കുറിച്ചാണ് 1, 2, 3, 4, 5, 6, 7, 8 എന്ന് വന്നിട്ടുണ്ട്. ടോട്ടൽ യൂട്ടിലിറ്റി ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട്. 20, 38, 53, 63, 67, 67, 64, 57 ഓക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഇതിനകത്തേക്ക് കാണുമ്പോൾ എന്താ പറയുക, മാർജിനൽ യൂട്ടിലിറ്റിയെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. മാർജിനൽ യൂട്ടിലിറ്റി എന്ത് ചെയ്യുന്നു, കുറഞ്ഞു വരുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യനുകൾ തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യനുകൾ എന്താണ് നമ്മൾ ഇതിനകത്ത് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, റൈറ്റ് ദി ഫീച്ചേഴ്സ് ഓഫ് ടോട്ടൽ യൂട്ടിലിറ്റി ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി വെൻ ദ ഫസ്റ്റ് യൂണിറ്റ് ഓഫ് ഓറഞ്ച് ഇസ് യൂസ്ഡ്. ആദ്യത്തെ ഓറഞ്ച് ചെയ്യുന്നപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റിയിൽ മാർജിനൽ യൂട്ടിലിറ്റി എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നതെന്നാണ് നോക്കുന്നത്. ഓക്കെ, എന്താ സംഭവിക്കുന്നത്, ടോട്ടൽ യൂട്ടിലിറ്റി മാർജിനൽ യൂട്ടിലിറ്റി എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതാണ് അതിൻ്റെ ആൻസർ. രണ്ടാമത്തെ എന്താണ്, മാർജിനൽ യൂട്ടിലിറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് ഇതിനകത്ത് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, എന്താ മാർജിനൽ യൂട്ടിലിറ്റിയുടെ പ്രത്യേകത, ഓരോ ഓറഞ്ച് കൺസ്യൂം ചെയ്യുന്നതിനനുസരിച്ച് മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞു വരുന്നു. അതാണ് ഇതിൻ്റെ പ്രത്യേകത. മൂന്നാമത്, ബൈ ദി യൂസ് ഓഫ് വിച്ച് യൂണിറ്റ് ഓഫ് ഓറഞ്ച് മാർജിനൽ യൂട്ടിലിറ്റി ബിക്കം നെഗറ്റീവ്. എപ്പോഴാണ് നെഗറ്റീവ് ആകുന്നത്, 7ാമത്തെ ഓറഞ്ച് കഴിക്കുമ്പോഴാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്താകുന്നത്, നെഗറ്റീവായി മാറുന്നത്. അതുകൂടെ നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നു. ഓക്കെ, അതാണ് ഇതിനകത്ത് പറയുന്നത്. ഇനി നമ്മൾ 21ാമത്തെ ക്വസ്റ്റിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയാണ്, നീനു വാസ് അഫക്റ്റഡ് ബൈ ഫുഡ് പോയിസണിങ് വെൻ ഷീ ടേസ്റ്റഡ് എ ബ്രെഡ് ബോട്ട് ഫ്രം എ ഷോപ്പ്. When she checked the packet, she could understand that it was an expired product. What all things have to be considered as a consumer while purchasing a product in order to avoid such a situation. അതായത് നീനു എന്ന് പറയുന്ന ആള് ഒരു കടയിൽ നിന്ന് ബ്രെഡ് മേടിച്ചു, അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് പെട്ടെന്ന് എന്ത് ഫുഡ് പോയിസണിങ് പറ്റി. എന്താണെന്ന് നോക്കിയപ്പോൾ അതിൻ്റെ പാക്കറ്റിൽ അത് എക്സ്പയറി കഴിഞ്ഞിട്ടുള്ള ഇതാണെന്ന് കണ്ടു. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കാൻ വേണ്ടി സാധിക്കുക എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, എന്താണ് നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നാണ് ഈ ചോദ്യത്തിൽ ഉദ്ദേശിക്കുന്നത്. എന്താ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് എന്ത് ചെയ്യണം, അതിൻ്റെ എക്സ്പയറി ഡേറ്റ് നോക്കണം. ഇതിനകത്ത് പറഞ്ഞ പോലെ എക്സ്പയറി നോക്കണം. രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ക്വാളിറ്റി ഉള്ള സാധനമാണോ എന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഫുഡ് സേഫ്റ്റി രജിസ്ട്രേഷനുകളൊക്കെ പാസ്സാക്കിയ FSSAIയുടെ ഈ പറയുന്ന പോലെ രജിസ്ട്രേഷനൊക്കെ ഉള്ളതാണെന്ന് നോക്കുക. അതുപോലെ തന്നെ അതിൻ്റെ പാക്കിംഗ് ക്വാളിറ്റി നോക്കുക. ഓക്കെ, പാക്കിംഗ് ക്വാളിറ്റി നോക്കുമ്പോൾ നമുക്ക് കുറേയെങ്കിലും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് അറിയാമോ, ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അങ്ങനെയുള്ള സാധനങ്ങളാണെങ്കിലാണ് നമ്മൾ മേടിക്കേണ്ടത്. ഇതാണ് ഒരു സാധനം മേടിക്കാൻ പ്രധാനമായിട്ടും ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. അതാണ് അതിനകത്ത് ചോദിക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ 22ാമത്തെ ക്വസ്റ്റിലേക്ക് പോവാണ്. ഈ 22ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചോദിക്കുന്നത്, വൺ ഓഫ് ദി ഫീച്ചേഴ്സ് ഓഫ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ഈസ് ടു അണ്ടർസ്റ്റാൻഡ് സോഷ്യൽ പ്രോബ്ലംസ് ഇൻ ഡെപ്ത്. ഓക്കെ, ഈ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ്റെ ഒരു പ്രത്യേകതയാണെന്ന് പറയുന്നത് ഈ സാമൂഹിക പ്രശ്നങ്ങൾ വളരെ ആഴത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സ്ത്രീകളുമായി ബന്ധപ്പെട്ട ജോലിയുമായി ബന്ധപ്പെട്ട കാര്യവുമായി ബന്ധപ്പെട്ട് ഇതെന്ത് ചെയ്യുക, വിശദീകരിക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന ജെൻഡർ എന്ന് പറയുന്നത് പുരുഷന്മാരാണ്. ജോലിയുടെ കാര്യത്തിൽ സ്ത്രീകൾ എന്ന് പറയുന്നത് വളരെ പിന്നോക്കാവസ്ഥയാണ്. ഇതെന്തുകൊണ്ടാണെന്ന് ഇതിനെക്കുറിച്ച് പഠിക്കുകയാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ കണ്ടു ഈ സ്ത്രീകൾ പല കാരണങ്ങൾ കൊണ്ട് ജോലിയിലേക്ക് എത്താത്ത വലിയ പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കുറവായതുകൊണ്ട്, വീടുകളിൽ വളരെ റെസ്ട്രിക്ഷൻ ആയതുകൊണ്ട്, ടെക്നോളജിക്കൽ നോഹവിനെ കുറിച്ച് അറിയാത്തത് കൊണ്ട്, ഒരു ജോലി എങ്ങനെ കംപ്ലീറ്റ് ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിവില്ലാത്തത് കൊണ്ട്, അതുപോലെ തന്നെ കൃത്യമായ നമ്മൾ നേരത്തെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അച്ചീവ് ചെയ്യാത്തതുകൊണ്ട്, മാൻ പവർ കുറവായതുകൊണ്ടൊക്കെ പല ജോലികൾക്ക് ഇവർ എത്തിക്കാൻ വേണ്ടി സാധിക്കത്തില്ല. ഓക്കെ, ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട ആൻസർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറയുന്നത് ഓരോ സോഷ്യൽ പ്രോബ്ലംസിനെയും വളരെ വിശദമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സോഷ്യോളജിക്കൽ ഇമാജിനേഷന് പറ്റും. അതെങ്ങനെയാണ് സാധിക്കുന്നതെന്നാണ് നമ്മൾ കണ്ടത്. ഓക്കെ, രണ്ടാമത് ഇതെന്താണ്, ഫോളോയിങ് ദ റീഫോർമേഷൻ ദ കത്തോലിക് ചർച്ച് ഇനിഷ്യേറ്റഡ് എഫേർട്സ് ടു റീഫോം ഇറ്റ്സെൽഫ് ബൈ വാട്ട് നെയിം ഇറ്റ് ഈസ് നോട്ട്, അനലൈസ് ദ ചേഞ്ചസ് ബോട്ട് അബൌട്ട് ദിസ് ഇൻ ദി കത്തോലിക് ചർച്ച്. ഓക്കെ, അതായത് നമ്മൾ കണ്ടിരുന്നു റിനൈസൻസിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നു, കത്തോലിക് ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും കത്തോലിക് ചർച്ചുമായി ബന്ധപ്പെട്ട് വലിയ റീഫോർമേഷനുകളൊക്കെ നടന്നു നമ്മൾ കണ്ടിരുന്നു. ഓക്കെ, അതിൻ്റെ ഭാഗമായി കത്തോലിക് ചർച്ചും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തു, നേരെയാക്കാൻ വേണ്ടി ഒരു മൂവ്മെൻറ്റ് കൊണ്ടുവന്നു. അതിൻ്റെ പേരെന്താണ്, അതെങ്ങനെയാണ് നടന്നതെന്നതിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ കണ്ടിരുന്നു അതിൻ്റെ പേര് കൗണ്ടർ റീഫോർമേഷൻ എന്നാണ് നമ്മൾ കണ്ടിരുന്നു. ഓക്കെ, ഈ കൗണ്ടർ റീഫോർമേഷൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, കത്തോലിക് ചർച്ച് അതിലുണ്ടായിരുന്ന പല പ്രശ്നങ്ങളും എന്ത് ചെയ്യാൻ വേണ്ടി, തിരുത്താൻ വേണ്ടി തയ്യാറാവുന്നു. അതിൻ്റെ ഭാഗമായി സെയിൽ ഓഫ് ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നമ്മൾ കണ്ടിരുന്നു പാപവിമോചന പത്രത്തിൻ്റെ വിൽപ്പനയൊക്കെ അവർ നിരോധിച്ചു. ക്രിസ്ത്യാനികൾ വായിക്കാൻ പാടില്ലാത്ത പുസ്തകങ്ങൾ എന്ന പേരിൽ ഇൻഡെക്സ് എന്ന പേരിൽ ഒരു പുസ്തകങ്ങളുടെ ലിസ്റ്റ് അവർ പ്രസിദ്ധീകരിച്ചു. മാത്രമല്ല പല രീതികളിൽ പല വിഭാഗം ആളുകൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചു എന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതാണ് അതിനകത്ത് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അതിനുശേഷം
മൺസൂണുകൾ എന്ന് പറയുന്നത് എന്താ പറയുന്നത്, ഡയറക്ഷൻ അതിൽ പേര് പറയുന്നത് അതിൻ്റെ ഡയറക്ഷൻ മാറാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ, അതാണ് അതിൽ അടുത്ത ചോദ്യം. എത്രാമത്തെ ചോദ്യം എന്ന് പറയുന്നത്? 23ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാവേ. അതായത് നമ്മൾ 23ാമത്തെ ചോദ്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്. അതായത് ഈ മൺസൂണുകൾ നമ്മൾ രണ്ട് പേരുകൾ അറിയപ്പെടുന്നുണ്ടല്ലേ. ഒന്ന് സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്നും നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്നും പറയുന്നുണ്ടല്ലേ. ഇതിന് പേര് എന്താണ്, ഇത് ശരിയാണോ എന്നാണ് ഇതിനകത്ത് ചോദിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇത് പ്രധാനമായിട്ടും എന്ത് ചെയ്യാറുണ്ടോ, കൃത്യമായിട്ട് നടക്കാറുണ്ടോ എന്നതിനെ കുറിച്ചാണ് ഇതിനകത്ത് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാവേ ഇത് ശരിയാണോ അല്ലയോ നോക്കാവേ. നമ്മൾ ഫസ്റ്റ് നമ്മൾ കാണുന്നത് സൗത്ത് വെസ്റ്റ് മൺസൂണിനെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. നമ്മൾ കാണുന്ന പോലെ ഈ സൗത്ത് വെസ്റ്റ് മൺസൂണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഈ സൗത്തിൽ നിന്ന് ഇങ്ങനെ വന്ന് ഈ മൺസൂൺ ഇങ്ങനെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേര് പറയുന്ന പോലെ തന്നെയാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ അടുത്ത മൺസൂണിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ നോർത്ത് ഈസ്റ്റ് മൺസൂണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ എന്താ ചെയ്യുന്നത്, ഈ നോർത്തിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെയാണ് ഈ മൺസൂൺ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡയറക്ഷൻ അനുസരിച്ചാണ് ഇതിൻ്റെ പേരുകൾ, അത് കൃത്യമാണെന്നാണ് പറയുന്നത്. ഓക്കെ, സാധാരണ ഇത് എന്ത് ചെയ്യുന്ന ഡയറക്ഷനെ കുറിച്ച് ചോദിക്കുന്നതിനൊപ്പം ഈ രണ്ട് മൺസൂണുകൾ എന്താണെന്ന് കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഉത്തരവും ശരിയാവും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈച്ച് ക്ലൈമറ്റിക് റീജിയൻ ഹാസ് എ സബ്സ്റ്റാൻഷ്യൽ റോൾ ഇൻ ക്രിയേറ്റിംഗ് ഇറ്റ്സ് ഓൺ യുണീക് ക്ലൈമറ്റ്. ഓക്കെ, നമ്മൾ കണ്ടിരുന്നു ഇങ്ങനെയാണ് പറയുന്നത്, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത്, ഓരോ ക്ലൈമറ്റിക് റീജിയൻ, അതായത് നമ്മൾ കണ്ടിട്ടുണ്ട് 8 ക്ലൈമറ്റിക് റീജിയൻ ഉണ്ടെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ 8 ക്ലൈമറ്റിക് റീജിയനിലെയും കാലാവസ്ഥയും അതുപോലത്തെ ജന്തുവൈവിധ്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആ രാജ്യത്തെ വ്യത്യസ്തമാക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ആ പ്രദേശങ്ങളിലെ മനുഷ്യജീവിതത്തെ ബാധിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. അത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8 ക്ലൈമറ്റിക് റീജിയനും എന്താണെന്നും അതിൻ്റെ സവിശേഷതകൾ എന്താണെന്നും പഠിക്കുക. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ അതിനുശേഷം ഇതിലെ ഡെസേർട്ടുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട ഡെസേർട്ടുകൾ ഏതാണെന്നും അതുപോലെ തന്നെ ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് പറയുന്നത്. നോക്കാവേ, ഏറ്റവും ആദ്യമേ സഹാറ ഡെസേർട്ട് എവിടെയാണെന്നാണ് ശ്രദ്ധിച്ചോടെ. ഈ ആഫ്രിക്കയുടെ ഏറ്റവും മുകളിൽ ഈ സൈഡിലാണ് എഴുതുന്നത് സഹാറ ഡെസേർട്ട്. ഇതാണ് സഹാറ ഡെസേർട്ട് സ്ഥലം. ദെൻ അടുത്തത് ബി എന്ന് പറയുന്നത് കൽഗരി ഡെസേർട്ടാണ്. കൽഗരി ഡെസേർട്ടും എവിടെയാണ്, ആഫ്രിക്കയിൽ തന്നെയാണ്. ഇത് ആഫ്രിക്കയുടെ താഴെ കാണുന്ന ഈ ഡെസേർട്ടാണ് എന്ന് പറയുന്നത് കൽഗരി ഡെസേർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മൂന്നാമത്തെ ഡെസേർട്ട് അറ്റ്കാമ ഡെസേർട്ടാണ്. അറ്റ്കാമ ഡെസേർട്ട് എന്ന് പറയുന്നത് ഇവിടെ സൗത്ത് അമേരിക്കയിലാണ്. ഇവിടെയാണ് സി എന്ന് പറയുന്നത്. ഇതാണ് അറ്റ്കാമ ഡെസേർട്ട് എന്ന് പറയുന്നത്. ദെൻ നാലാമത്തത് അറേബ്യൻ ഡെസേർട്ട്. ഇവിടെ നോക്കി, ഏഷ്യയുടെയും ഈ ആഫ്രിക്കയുടെയും ഇവിടെ ഈ പ്രദേശത്തിലെ ഇതാണ് അറേബ്യൻ ഡെസേർട്ട് എന്ന് പറയുന്നത്. ഈ ഡെസേർട്ടുകളുടെ സ്ഥാനങ്ങളും ഒന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, നിർബന്ധമാണ്. അതായത് ആഫ്രിക്കയുടെ ഏറ്റവും മുകളിൽ ആണ് എന്ന് പറയുന്നത് സഹാറ, താഴെ കൽഹരി, ഇവിടെയാണ് അറ്റക്കാമ ഡെസേർട്ട്, ഇവിടെ അറേബ്യൻ ഡെസേർട്ട്. അത് ഓർത്ത് വെക്കണം കേട്ടോ, മറന്നു പോകരുത്. അത് പഠിക്കുക. ദെൻ 25ാമത്തെ ക്വസ്റ്റിന് കോമൺ സെൻസ് നോളജിൻ്റെ എന്താ പറയുന്നത്, അതിൻ്റെ ലിമിറ്റേഷനുകൾ എന്താണെന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ കണ്ടിരുന്നു പാർഷ്യൽ നോളജ് മാത്രമേ നൽകുള്ളൂ, അല്ലെങ്കിൽ പകുതി വിവരങ്ങൾ മാത്രമേ നൽകുള്ളൂ. സ്പെക്കുലേഷൻ, ഊഹാഭാവങ്ങളിൽ ഊന്നിയിട്ടുള്ളതായിരിക്കും. അതുപോലെ സ്റ്റീരിയോ ടൈപ്പുകളായിരിക്കും. അതുപോലെ തന്നെ സയൻറ്റിഫിക് ഒബ്സർവേഷൻ അല്ലെങ്കിൽ ശാസ്ത്രീയമായ നിരീക്ഷണങ്ങളൊന്നും ഉണ്ടായിരിക്കത്തിലുണ്ടാവില്ല. അതുപോലെ തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള സങ്കീർണമായ സാമൂഹിക പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കത്തില്ല. അങ്ങനെ 5 പോയിന്റുകളാണ് ഇതിൻ്റെ എന്തെന്ന് പറയുന്നത് കോമൺ സെൻസ് നോളജിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അത് പഠിക്കുക. ഇതിന് അടുത്തത് ഇവാലുവേറ്റ് ദി ഇമ്പാക്ട് ക്രിയേറ്റഡ് ബൈ റിനൈസൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് റിലീജിയൻ ഇൻ യൂറോപ്പ്. ഓക്കെ, ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് റീഫോർമേഷനും കൗണ്ടർ റീഫോർമേഷനുമാണ്. ഓക്കെ, എന്താണെന്ന് അത് നിങ്ങൾ നോക്കുക കേട്ടോ. ഓക്കെ, ദെൻ 28ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ റൈറ്റ് എനി 4 റീഫോംസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഫ്രഞ്ച് നാഷണൽ അസംബ്ലി ഇൻ ദി സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്കൽ ഫീൽഡ്. ഓക്കെ, നമ്മൾ കണ്ടിരുന്നു ഈ ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഭാഗമായിട്ട് ലൂയിസ് 16 ചക്രവർത്തിയുടെ ഭരണത്തിന് ശേഷം ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ച 3ാമത്തെ സ്റ്റേറ്റുകാർ നാഷണൽ അസംബ്ലി എന്ന പേരിൽ ഫ്രാൻസിലൊരു പുതിയ ഭരണകൂടം ഉണ്ടാക്കിയെന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഓക്കെ, അവർ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഇതിനകത്ത് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അതിനകത്ത് നിങ്ങൾ പ്രധാനമായിട്ടും പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അവരെന്ത് ചെയ്തു എന്നറിയുമ്പോൾ ഒരു രാജ്യം മുഴുവൻ ഒരു പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ, യൂണിഫൈഡ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി. അതുപോലെ തന്നെ ഒരു പുതിയ പേപ്പർ കറൻസി ഉണ്ടാക്കി. അതുപോലെ തന്നെ പുരോഹിതന്മാരുടെ സ്വത്തുക്കൾ മുഴുവൻ പിടിച്ചെടുത്തു. അത് 3ാമത്തെ എസ്റ്റേറ്റിന് കൊടുത്തു. അതുപോലെ തന്നെ പുരോഹിതന്മാരെന്ത് ചെയ്തു, സാലറി പറ്റുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരായി എന്നൊക്കെ നമ്മൾ കണ്ടല്ലോ. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട റിഫോമുകൾ എന്ന് പറയുന്നത്. 4 അതും പഠിക്കാം.
ദെൻ 29ാമത്തെ ക്വസ്റ്റിലേക്ക് വരുമ്പോൾ ഹൗ ഫാർ ഡിഡ് ദ എമർജൻസ് ആൻഡ് ഗ്രോത്ത് ഓഫ് മിഡിൽ ക്ലാസ് ഇൻ ഫ്രഞ്ച് സൊസൈറ്റി കോസ് ഫ്രഞ്ച് റെവല്യൂഷൻ ഇവാലുവേറ്റ്. ഈ മൂന്നാമത്തെ വിഭാഗം അല്ലെങ്കിൽ ഫ്രഞ്ച് സൊസൈറ്റിയിലെ മൂന്നാമത്തെ സ്റ്റേറ്റുകളുടെ വളർച്ച എങ്ങനെയാണ് ഫ്രഞ്ച് വിപ്ലവത്തിന് പ്രശ്നമുണ്ടാക്കിയതിനെ കുറിച്ചാണ് കാണുന്നത്. ഓക്കെ, അതിനകത്ത് നമ്മൾ കാണുന്നു സാമ്പത്തികമായിട്ട് എന്ത് ചെയ്യുന്നു, ഫ്രാൻസിലെ മൂന്നാമത്തെ സ്റ്റേറ്റുകാർ വളർന്നു വരുന്നു. പല കൃഷിയും അതുപോലെ തന്നെ വ്യവസായമൊക്കെ വളർന്നതോടുകൂടി അവർ സാമ്പത്തികമായിട്ട് വളരെ മെച്ചപ്പെടുന്നു. മാത്രമല്ല പോർട്ടുകൾ ഉൾപ്പെടുന്ന അതുപോലെ തന്നെ കോളനികളിലേക്കും രാജ്യത്തിനുള്ളിലുള്ള ട്രേഡുകൾ മുഴുവൻ അവരാണ് ചെയ്തിരുന്നത്. പല തുറമുഖങ്ങൾ അവർ കൈവശം വെച്ചിരുന്നു. ബാങ്കിങ് അതുപോലെ തന്നെ വളരെയധികം ജോലികൾ, ഡോക്ടർമാർ മുതലായ സമൂഹത്തിൽ ഉയർന്ന ശമ്പളം കിട്ടുന്ന ജോലികളൊക്കെ അവർ ചെയ്തിരുന്നു. അവർ സാമ്പത്തികമായിട്ട് ഉയർന്നു വന്നു. പക്ഷേ സാമ്പത്തികമായിട്ട് അവർ ഉയർന്നു വന്നെങ്കിലും അവർക്ക് കൃത്യമായിട്ട് എന്ത് കിട്ടിയിരുന്നില്ല, സമൂഹത്തിൽ സ്ഥാനം കിട്ടിയിരുന്നില്ല. ആ അസംതൃപ്തി എന്ത് ചെയ്യുന്നു, ഈ ഫ്രഞ്ച് റവല്യൂഷനിലേക്ക് നയിക്കുന്നു. രണ്ടാമത് നമ്മൾ കണ്ടിരുന്നു ഈ ഫ്രാൻസിൽ വലിയ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ആ സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ട് മൂന്നാമത്തെ സ്റ്റേറ്റുകാർ വലിയ രീതിയിൽ തളരുന്നു. മാത്രമല്ല ആ സമയത്ത് രാജാവ് കടം മേടിച്ചത് ഈ നാട്ടിലെ അല്ലെങ്കിൽ ഫ്രാൻസിലെ ബാങ്കർമാരിൽ നിന്നായിരുന്നു. ഈ ബാങ്കർമാർ മൂന്നാമത്തെ സ്റ്റേറ്റുകാരായിരുന്നു. അവരെന്ത് ചെയ്യുന്നു, ഈ ബോണ്ടുകൾക്കെതിരെ പ്രതികരിക്കാൻ തുടങ്ങുന്നു. ഫ്രാൻസിലെ രാജാവിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ എല്ലാ രീതിയിലും അവരെന്ത് ചെയ്യുന്നു, ഈ പറയുന്ന പോലെ എന്ത് ചെയ്യുന്നു, പതുക്കെ ഫ്രഞ്ച് സൊസൈറ്റിയിലെ ഈ പറയുന്ന 3 എസ്റ്റേറ്റുകളായി തിരിച്ചതും മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ചൂഷണം ചെയ്യുന്നതിനേക്ക് പ്രതികരിക്കാൻ തുടങ്ങുന്നു. അത് ഫ്രഞ്ച് റെവല്യൂഷന് കാരണമാവുന്നു. ഇതാണ് ഈ 29ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. ദെൻ റിനൈസൻസ് ഫൗണ്ടേഷൻ ഫോർ ദി ഗ്രോത്ത് ഓഫ് മോഡേൺ സയൻസ് സബ്സ്റ്റാൻഷ്യൽ ദ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അതായത് റിനൈസൻസ് സയൻസും തമ്മിലുള്ള മാറ്റങ്ങളെ കുറിച്ചാണ്. ഓക്കെ, നമ്മൾ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഏറ്റവും ആദ്യം അസ്ട്രോണമിയെ കുറിച്ച് കാണുന്നു, ഗലീലിയോ ഗലീലിനെ കുറിച്ചൊക്കെ നമ്മൾ കാണുന്നു, കോപ്പർനിക്കസിനെ കുറിച്ച് കാണുന്നു. അതുപോലെ തന്നെ സയൻറ്റിഫിക്കലി നമ്മൾ കാണുന്നു, ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നു, കെഡാവറുകൾ പരിശോധിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, മനുഷ്യ ശരീരത്തെക്കുറിച്ച് പഠിക്കുന്നു. അതുപോലെ തന്നെ രോഗങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കുകയും അതെന്തൊക്കെയാണെന്നതിനെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയൊക്കെ തുടങ്ങി. ഓക്കെ, അത് നിങ്ങൾ പഠിക്കുക. അതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ലാസ്റ്റ് നമ്മൾ ഇതിനകത്ത് കാണുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ. ഓക്കെ, അതായത് താപത്തിൻ്റെ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അതിൽ നമ്മൾ പ്രധാനമായിട്ടും കാണുക ഒന്ന് ലാറ്റിറ്റ്യൂഡാണ്, അല്ലെങ്കിൽ അക്ഷാംശ സ്ഥാനമാണ്. ഓക്കെ, നമ്മൾ കണ്ടിരുന്നു ഭൂമിയിൽ എവിടെയാണ് ഒരു പ്രദേശത്തിൻ്റെ സ്ഥലം എന്നനുസരിച്ചായിരിക്കും അതിൻ്റെ എന്ന് പറയുന്നത് ഈ ചൂടെന്ന് പറയുന്നത്. നമ്മൾ കണ്ടിരുന്നു ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ചൂട് കിട്ടുന്ന ഇക്വേറ്ററിലാണ്. ഇതിൽ നിന്ന് ഇങ്ങോട്ടും പോകുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറഞ്ഞു വരും. അപ്പം ലാറ്റിറ്റ്യൂഡാണ് ഒന്നാമത്തെ സ്ഥാനം. രണ്ടാമത്തത് ആൾട്ടിറ്റ്യൂഡാണ്, അല്ലെങ്കിൽ ഉയരമാണ്. നമ്മൾ കണ്ടിരുന്നു ആൾട്ടിറ്റ്യൂഡിൽ നമ്മൾ കണ്ടിരുന്നു ഉയരം കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ എന്ത് ചെയ്യും, കുറഞ്ഞു വരുമെന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. അതുകൊണ്ടാണ് കേരളത്തിൽ ഉയർന്ന പ്രദേശങ്ങളായ മൂന്നാറും അതുപോലെ വയനാട്ടിലൊക്കെ ടെമ്പറേച്ചർ കുറവെന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. മൂന്നാമത് നമ്മൾ പഠിക്കുന്നത് റിലീഫിനെ കുറിച്ചാണ്. ഓക്കെ, റിലീഫിൽ നമ്മൾ കണ്ടിരുന്നു ഇപ്പോൾ ഉദാഹരണത്തിന് ഇതൊരു മേഘമാണെങ്കിൽ സൂര്യൻ്റെ പ്രകാശം ഇവിടെ കിട്ടുന്നതുകൊണ്ട് ഇവിടെ താപം കൂടുതലായിരിക്കും, ഈ പ്രദേശത്ത് താപം എന്തായിരിക്കും, കുറവായിരിക്കും. ഇത് നമ്മൾ പഠിച്ചിരുന്നു. ഈ 3 കാര്യങ്ങൾ ലാറ്റിറ്റ്യൂഡ്, ആൾട്ടിറ്റ്യൂഡ്, റിലീഫ്, ഇത് കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുക. ദെൻ മെഡിറ്ററേനിയൻ ക്ലൈമറ്റിൻ്റെ ടെമ്പറേച്ചർ, നാച്ചുറൽ വെജിറ്റേഷൻ, അഗ്രികൾച്ചർ, അതിനെക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ ക്ലൈമറ്റിക് റീജിയൻ്റെയും ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കണം. ഏത് ക്ലൈമറ്റിക് റീജിയനെ കുറിച്ചാണ് ചോദിക്കുക എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് 8 എണ്ണത്തിൻ്റെയും കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കൃത്യമായിട്ട് എന്നോട് ചോദിക്കുക. എന്ത് ചെയ്യുക, നല്ലൊരു പരീക്ഷ ആശംസിക്കുന്നു. നന്നായിട്ട് ചെയ്യാൻ സാധിക്കട്ടെ. താങ്ക് യു.